നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 9 മണി വാർത്തയുടെ സമയമാണ്. നമുക്ക് ആദ്യം നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. ആന്ധ്രാപ്രദേശിലെ കർണൂലിൽ ബസ്സിന് തീപിടിച്ച് വൻ ദുരന്തം. 20 പേർ വെന്തു മരിച്ചു. അപകടത്തിൽപ്പെട്ടത് ഹൈദരാബാദിൽ നിന്ന് ബാംഗ്ലൂരുവിലേക്ക് പോയ സ്വകാര്യ ബസ്. ബസ്സിലുണ്ടായിരുന്നത് 40 പേർ. എതിർപ്പുകൾ മറികടന്ന PM ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പുവെച്ചതിൽ CPIക്ക് അതൃപ്തി. പദ്ധതിയിൽ ഒപ്പിട്ടത് മുന്നണി മര്യാദകളുടെ ലംഘനമെന്ന നിലപാടിൽ CPI. തുടർ നീക്കം ചർച്ച ചെയ്യാൻ അടിയന്തര സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന്. സ്വർണ്ണക്കൊള്ള കേസിൽ മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട അന്വേഷണ സംഘം അപേക്ഷ നൽകും. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പമിരുത്തി ചോദ്യം ചെയ്യാൻ നീക്കം. ചോദ്യം ചെയ്യലിനായി കൂടുതൽ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തും. BJPയുടെ 24 മണിക്കൂർ രാപ്പകൽ സമരം ഇന്ന് തുടങ്ങും. ഹിജാബ് വിവാദത്തിൽ പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിന്റെ ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ. ഹിജാബ് ധരിച്ച കുട്ടിയെ വിലക്കരുതെന്ന ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാവശ്യം. CBSE സ്കൂളുകളുടെ അധികാരത്തിൽ സർക്കാർ വിശദീകരണം നൽകും. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. 5 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും ഇരട്ട ന്യൂനമർദ്ദം. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് കൊച്ചിയിൽ. കുമരകത്ത് നിന്ന് ഹെലികോപ്റ്റർ മാർഗം നഗരത്തിലേക്ക്. സെന്റ് തെരേസസ് കോളേജ് ശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്യും. 4 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി രാഷ്ട്രപതി ഇന്ന് മടങ്ങും. റോഡ് ഷോകൾ അവസാനിപ്പിച്ച് വിജയുടെ TVK. തീരുമാനം കരൂർ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ. പ്രചാരണത്തിന് വിജയ് ഇനി ഹെലികോപ്റ്ററിലെത്തും. ആളുകൾക്ക് പ്രവേശനം സമ്മേളനത്തിന് 1 മണിക്കൂർ മുൻപ് മാത്രം. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി ഇന്ന് ബീഹാറിൽ. സമസ്തിപൂർ ജില്ലയിലെ കർപ്പൂരിൽ ആദ്യ റാലി. നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുമോ ഇന്ന് ആകാംക്ഷ. അമേരിക്കയ്ക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ആത്മാഭിമാനമുള്ള ഒരു രാജ്യത്തിനും സമ്മർദ്ദത്തിന് വഴങ്ങി കീഴടങ്ങാനാവില്ലെന്ന് പുടിൻ. റഷ്യയിലെ 2 എണ്ണ കമ്പനികൾക്ക് ഉപരോധം ഏർപ്പെടുത്തിയ അമേരിക്കയുടെ നീക്കത്തിന് പിന്നാലെ ആഗോള പെട്രോളിയം വില 4% വർദ്ധിച്ചു. സംസ്ഥാന സ്കൂൾ കായികമേള അത്ലറ്റിക്സിൽ ഇന്ന് 25 ഫൈനലുകൾ. ഹർഡിൽസ്, റിലേ ഫൈനലുകൾ ഇന്ന്. ട്രാക്കിൽ പാലക്കാടിന്റെ കുതിപ്പ്. ഓവറോൾ പോയിന്റ് നിലയിൽ തിരുവനന്തപുരം ഒന്നാമത്. വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഐഷയെ കൊലപ്പെടുത്തിയെന്ന് സെബാസ്റ്റ്യൻ കുറ്റസമ്മതം നടത്തിയതായി കേസ് ഡയറി. ഐഷ കൊലപാതകത്തിന്റെ കേസ് ഡയറിയുടെ പകർപ്പ് ന്യൂസ് 18 ഇതാ പുറത്തുവിടുകയാണ്. കോട്ടയം ക്രൈംബ്രാഞ്ചിനോടാണ് കുറ്റസമ്മത മൊഴി. സ്വർണവും പണവും തിരിച്ചു ചോദിച്ചതിന്റെ പ്രതികാരമാണ് കൊലപാതകം. പള്ളിപ്പുറത്ത് വീട്ടുവളപ്പിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടങ്ങളിൽ ഐഷയുടേതുമുണ്ടെന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. പള്ളിപ്പുറത്ത് വീടിന്റെ പരിസരത്ത് വെച്ചായിരുന്നു ഐഷയുടെ അവസാന ടവർ ലൊക്കേഷൻ പോലീസിന് ലഭിച്ചത്. ഈ വാർത്ത തുടക്കം മുതലേ പുറത്തു കൊണ്ടുവന്ന ഞങ്ങളുടെ പ്രതിനിധി ശരണ്യ സ്നേഹജൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നു. ശരണ്യ, വെരി ഗുഡ് മോർണിംഗ്. ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് നമ്മൾ പുറത്തു കൊണ്ടുവരുന്നത്. ഐഷ എന്നൊരാളെ കാണാനില്ല എന്ന് പോലീസിനെ ഓർമ്മിപ്പിച്ചത് പോലും ന്യൂസ് 18 ആണ് എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല. കാരണം അത്രമാത്രം ഈ വാർത്തയുമായി ബന്ധപ്പെട്ട ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നത് നമ്മളാണ്. നമ്മൾ തെളിച്ച വഴി അന്വേഷണ സംഘം പോയി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട തുടക്കം മുതൽ. ഐഷ എന്നൊരാളെ കാണാനില്ല, അല്ലെങ്കിൽ ഐഷയെ കൊലപ്പെടുത്തിയെന്ന് റോസമ്മ എന്ന സ്ത്രീ നമ്മളോട് പറഞ്ഞത് മുതലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒരു പുനരന്വേഷണം പോലീസ് നടത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം മുന്നോട്ട് പോകുന്നു. ഇപ്പോഴിതാ ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റസമ്മത മൊഴി പുറത്തു വന്നിരിക്കുന്നു.
സ്വർണവും പണവും ചോദിച്ചതിൽ പ്രതികാരം വീട്ടിയതാണ് താൻ. ഐഷയെ കൊലപ്പെടുത്തിയിരിക്കുന്നു. അത് എവിടെ വെച്ച്, എപ്പോൾ, എങ്ങനെ എന്നുള്ളതിന്റെ വളരെ പ്രധാനപ്പെട്ട വിവരമാണിപ്പോൾ പുറത്തു വരുന്നത്. 2012 ഐഷയെ കാണാതാകുന്നത്. അതിനുശേഷം ഐഷയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് വളരെ വ്യക്തം. വിവരങ്ങൾ തീർച്ചയായിട്ടും ഭവ്യ, ഐഷ തിരോധാന കേസിന്റെ ഒരു വ്യക്തമായ ഒരു കൺക്ലൂഷനിലേക്ക് അന്വേഷണ സംഘം എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ന്യൂസ് 18 ഇത്തരത്തിൽ ഒരു സ്ത്രീ, ഐഷ എന്ന സ്ത്രീയുടെ തിരോധാനത്തിന് പിന്നിൽ സെബാസ്റ്റ്യൻ ഉണ്ട് എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നത്. റോസമ്മ എന്ന സ്ത്രീയെ പുറത്തു കൊണ്ടുവന്നതോടുകൂടി, അവരുടെ അതായത് സെബാസ്റ്റ്യന്റെ പെൺ സുഹൃത്തായ റോസമ്മയെ പുറത്തു കൊണ്ടുവന്നതോടുകൂടിയാണ്, അവരുടെ വാക്കുകളിൽ നിന്നാണ് ഇത്തരത്തിൽ ഈ കേസ് തന്നെ റീഓപ്പൺ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. അത് മറ്റൊരു തലത്തിലേക്ക് കഴിഞ്ഞ ദിവസം 302 അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് സെബാസ്റ്റ്യനെതിരെ കോടതിയിൽ, മജിസ്ട്രേറ്റ് കോടതി 1 റിപ്പോർട്ട് നൽകിയതോടുകൂടി അത് മറ്റൊരു തലത്തിലേക്ക് ആ കേസ് മാറിയിരുന്നു. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇപ്പോൾ ആ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റസമ്മത മൊഴി സെബാസ്റ്റ്യന് ലഭ്യമായിട്ടുണ്ട് എന്ന് പോലീസ് ചേർത്തല CI ലൈസാദ് മുഹമ്മദ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ APP വിനോദ് M അടക്കമുള്ള ആളുകൾ വാദിച്ച വിവരത്തിന്റെ വിശദാംശങ്ങളാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. കേസ് ഡയറിയുടെ പകർപ്പാണ് ന്യൂസ് 18 ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അതായത് സീരിയൽ കില്ലറായ സെബാസ്റ്റ്യന് ഐഷ തിരോധാനത്തിൽ കൃത്യമായ റോൾ ഉണ്ട് എന്നാണ് കോടതിയെ അറിയിച്ചിട്ടുള്ളത്. അതിൽ തന്നെ ഐഷ കൊല്ലപ്പെട്ട തീയതി എന്നടക്കമുള്ള വിവരങ്ങൾ, വിശദമായ വിവരങ്ങൾ ഈ കേസിനകത്ത്, ഈ കേസ് ഡയറിക്കകത്ത് ഉണ്ട് എന്നുള്ളതാണ്. 2012 മെയ് 13 ഐഷ കാണാതാകുന്നത്. അന്ന് വൈകിട്ട് 4 മണിയോടുകൂടി, 4 മണിക്ക് ശേഷം, അതായത് 4 മണിയോട് ചേർന്ന് തന്നെ ഐഷ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കേസ് ഡയറിയിൽ വ്യക്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ജൈനമ്മ തിരോധാന കേസ് മായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഈ ജൈനമ്മ തിരോധാന കേസാണ് ഏറ്റവും പ്രധാനപ്പെട്ട കേസായി ഏറ്റവും ഒടുവിൽ വരുന്നത്. കാരണം ഈ സ്ത്രീകളുടെ എല്ലാം തിരോധാനം നടന്നുവെങ്കിലും ജൈനമ്മ കൊലക്കേസിൽ ക്രൈംബ്രാഞ്ച് സംഘം പള്ളിപ്പുറത്തെ വീട്ടിലെത്തി സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്നും മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നതോടെയാണ് വീണ്ടും കേസുകളൊക്കെ തന്നെ അന്വേഷണത്തിലേക്ക് വരികയും ബിന്ദു പത്മനാഭൻ ജൈനമ്മ കേസുകളിൽ സെബാസ്റ്റ്യൻ കൊലപാതകയാണ് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തു. റോസമ്മയെ പുറത്തേക്ക് കൊണ്ടുവന്ന റോസമ്മ, അതായത് ഐഷയുടെ സെബാസ്റ്റ്യന്റെ പെൺ സുഹൃത്തായ റോസമ്മ ന്യൂസ് 18 നടത്തിയ വെളിപ്പെടുത്തൽ സെബാസ്റ്റ്യൻ അവരെ കൊലപ്പെടുത്തിയതാണ് എന്നുള്ള ആ ഒരു തുറന്നു പറച്ചിലടക്കം പിന്നീട് ആ അൺഡിക്റ്റഡ് എന്നുള്ള കേസ് റീഓപ്പൺ ചെയ്യാനുള്ള സാഹചര്യത്തിലേക്ക് എത്തിക്കുകയുമായിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനം, നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഐഷ കൊല്ലപ്പെട്ടത് പള്ളിപ്പുറത്ത് സെബാസ്റ്റ്യന്റെ വീട്ടിലാണ് എന്ന ഈ കേസ് ഡയറിയിലൂടെ ഒരു സ്ഥിരീകരണം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. 2012 മെയ് 13 തന്നെ ഐഷ കൊല്ലപ്പെട്ടിരിക്കുന്നു. അന്ന് വൈകിട്ട് 4 മണിയോടെ നേരത്തെയുള്ള കൊലപാതകങ്ങൾ, ബിന്ദു പത്മനാഭന്റെയും ജൈനമ്മയുടെയും കൊലപാതകം നടന്ന പള്ളിപ്പുറത്തെ വീട്ടിൽ തന്നെയാണ് ഈ കൊലപാതകം നടന്നിട്ടുള്ളത്. പക്ഷെ മൃതദേഹം എങ്ങനെ മറവു ചെയ്തു എന്നുള്ളത് ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘം ഈ കേസ് ഡയറിയിൽ കുറിച്ചിരിക്കുന്നത്. മാത്രമല്ല, കൊലപാതകത്തിന്റെ ഉദ്ദേശം സ്വർണവും പണവും അപഹരിക്കൽ ആയിരുന്നു എന്നത് തന്നെയാണ്. നേരത്തെ നമ്മളുടെ മുന്നിൽ ഐഷയുടെ സുഹൃത്തായ സ്ത്രീ എത്തിയിരുന്നു. അവർ പറഞ്ഞത് 2 ലക്ഷം രൂപയും 1.5 പവൻ സ്വർണ്ണമാലയും ഐഷയുടെ സെബാസ്റ്റ്യൻ കൈക്കലാക്കിയിരുന്നു. ഇത് തിരികെ ചോദിച്ചതാണ് ഒരു വൈരാഗ്യത്തിലേക്ക് നയിക്കുകയും ഐഷയെ കൂടി കൊലപ്പെടുത്താമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അയാൾ എത്തിയതെന്നുമാണ്. എന്തായാലും മറ്റ് കേസുകളിലേതുപോലെ തന്നെ ഐഷ കേസിലെയും കരുതി കൂട്ടിയുള്ള കൊലപാതകമാണ് എന്നുള്ള കാര്യങ്ങളാണ് കേസ് ഡയറിയിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അതായത് തീർച്ചയായും ശരണ്യ, നമുക്കറിയാം 2012 മെയ് 13 ഐഷയെ കാണാതാകുന്നത്. ബാങ്കിൽ പോകുന്നു എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ഐഷയ്ക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്നതിന്റെ ഉത്തരം നമുക്ക് ഇപ്പോൾ പൂർണ്ണമായി ലഭിച്ചു എന്ന് ഉറപ്പിക്കാമല്ലേ ഈ ഘട്ടത്തിൽ? തീർച്ചയായിട്ടും. അതായത് സെബാസ്റ്റ്യൻ തന്നെയാണ് ഐഷയുടെ വീടിന് സമീപമുള്ള ഒരു ക്ഷേത്രത്തിന്റെ പരിസരത്ത് കാറുമായി വന്ന് സെബാസ്റ്റ്യനാണ് ഐഷയെ കൂട്ടിക്കൊണ്ടുപോയത്. അതായത് കരുതി കൂട്ടിയുള്ള ഒരു കൊലപാതകമായിരുന്നു ഇത് എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് സെബാസ്റ്റ്യൻ കാറുമായി എത്തി ഐഷയെ കൂട്ടിക്കൊണ്ടുപോയത്. സെബാസ്റ്റ്യൻ നിർദ്ദേശാനുസരണം തന്നെയാണ് ഐഷ അവിടേക്ക് പോയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഐഷയുടെ അവസാന ടവർ ലൊക്കേഷൻ പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യന്റെ വീടിന്റെ പരിസരമാണെന്നും അന്വേഷണ സംഘം കണ്ടെത്തി.
കണ്ടെത്തിയിട്ടുണ്ട്. 4 മണിക്ക് ശേഷം ആ ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്നുള്ളതും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം ഈ കേസുകൾ ബിന്ദു പത്മനാഭൻ അല്ലെങ്കിൽ മറ്റ് ജയനമ്മ കേസിൽ പിന്നെ എവിഡൻസ് കൃത്യമായി പോലീസിന് ക്രൈംബ്രാഞ്ചിനുണ്ട്. പക്ഷേ ബിന്ദു പത്മനാഭൻ കേസിലേതുപോലെയല്ല. ഇതിൽ കൃത്യമായ ഒരു സാക്ഷിമൊഴിയുണ്ട്. അതായത് ഐഷയെ ഈ സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയ ദിവസത്തിന്റെ തലേ ദിവസം ഐഷയെ മർദ്ദിക്കുന്നത് കണ്ടു എന്ന സ്ത്രീയുടെ, അതായത് ഐഷയുടെ അടുത്ത സുഹൃത്തും അയൽവാസിയുമായ സ്ത്രീയുടെ കൃത്യമായ സാക്ഷിമൊഴി അന്വേഷണ സംഘത്തിന് ഉണ്ട് എന്നുള്ളതാണ്. അത് ഈ കേസിൽ, അതായത് നമ്മൾ അവരെ ആ സ്ത്രീ അന്നുണ്ടായ സംഭവങ്ങളെ കുറിച്ച് നമ്മളോട് വിശദീകരിച്ചിരുന്നു. അതിനുശേഷം അവരുടെ 164 അടക്കമുള്ള മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 സ്ത്രീകളുടെ 164 രേഖപ്പെടുത്തിയിട്ടുണ്ട്. രഹസ്യമൊഴി പോലീസ് കോടതിയിൽ എത്തിച്ച് അവരുടെ രേഖപ്പെടുത്തി ചെയ്തു എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ടതായി ആ മൊഴികളിലുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ തലേദിവസം സ്വർണവും പണവും ആവശ്യപ്പെട്ട് ഐഷയും സെബാസ്റ്റ്യനും തമ്മിൽ പ്രശ്നമുണ്ടാകുന്നതിന് സാക്ഷിയാണ് താനെന്നും, ഐഷ പണം ചോദിച്ചതോടെ സെബാസ്റ്റ്യൻ ഐഷയുടെ മുഖത്തടിച്ചു, മുഖം മുറിഞ്ഞ് രക്തം വന്നു എന്നടക്കമുള്ള നിർണായകമായ വിവരങ്ങൾ അവർ നമ്മളോട് പങ്കുവച്ചിരുന്നു. അതേ സാക്ഷിമൊഴി തന്നെയാണ് കോടതിയിലേക്കും എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. ന്യൂസ് 18 അവരെ പുറത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം പിന്നീട് പോലീസ് അവരുടെ രഹസ്യമൊഴി കോടതിയിൽ എത്തിച്ച് രേഖപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി നിലനിൽക്കുന്നത് റോസമ്മ അടക്കമുള്ള ആളുകൾക്ക്, കാരണം ഐഷ തിരോധാനത്തിന് ശേഷം സെബാസ്റ്റ്യനുമായി വീണ്ടും ബന്ധം പുലർത്തിയിരുന്ന ആളാണ് റോസമ്മ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇതിനകത്ത് എന്താണ് ബന്ധം എന്നുള്ളതാണ്. പക്ഷേ നിലവിലത്തെ കേസിനകത്ത് ഇപ്പോൾ നിലവിൽ ഇന്നലെ കസ്റ്റഡിയിലേക്ക് സെബാസ്റ്റ്യനെ ചേർത്തല പോലീസിന് കിട്ടിയിട്ടുണ്ട്. ചേർത്തല സിഐയുടെ നേതൃത്വത്തിലുള്ള സംഘം ചോദ്യം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചേർത്തല സിഐ ഐസാദ് മുഹമ്മദാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. മറ്റു കേസുകളെല്ലാം ക്രൈംബ്രാഞ്ചാണ്. ഈ ഐഷ കേസ് നോക്കുന്നത് ചേർത്തല പോലീസ് തന്നെയാണ്. അപ്പോൾ അതിനകത്ത് അവർ ചോദ്യം ചെയ്യുമ്പോഴും ഇയാൾ ഇപ്പോഴും ആ ബ്രേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നു. അതായത് ഇത്രയധികം സാക്ഷിമൊഴികളും കാര്യങ്ങളുമുണ്ട്. അയാൾ ക്രൈംബ്രാഞ്ചിനോട് കുറ്റസമ്മത മൊഴി നടത്തിയിട്ടുണ്ട്. പക്ഷേ കോടതിയിലേക്ക് എത്തുമ്പോൾ തനിക്ക് ഐഷയെ അറിയേയില്ല എന്നുള്ള നിലപാടിൽ അയാൾ നിൽക്കുന്നു എന്നുള്ളതാണ്. താൻ ഐഷയെ കണ്ടിട്ട് പോലുമില്ല എന്നുള്ള നിലപാടിലേക്ക് സെബാസ്റ്റ്യൻ അതേ നിലപാടിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ്. കാരണം ഓരോ ഘട്ടത്തിലും അയാൾ പറയുന്ന കാര്യങ്ങളെ മാറ്റാൻ ശ്രമിക്കുന്നു. പക്ഷേ ഈ സെബാസ്റ്റ്യനും ഐഷയും തമ്മിലുള്ള അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്ന് 4ഓളം പേർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സെബാസ്റ്റ്യൻ ഐഷയെ മർദ്ദിക്കുന്നു കണ്ടു എന്നുള്ള ഡയറക്റ്റ് ഐ വിറ്റ്നസ് ആ കേസിനകത്ത് ഉണ്ട്. ഇവരെല്ലാവരും മൊഴി നൽകുമ്പോഴും സെബാസ്റ്റ്യൻ താൻ ഐഷയെ കണ്ടിട്ടേ ഇല്ല എന്നുള്ള നിലപാട് ഇന്നലെയും പോലീസിനോട് ആവർത്തിച്ചു എന്നുള്ളതാണ്. അയാൾ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പരമാവധി അന്വേഷണ സംഘം ശ്രമിക്കുന്നുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ സെബാസ്റ്റ്യൻ മറ്റു കേസുകളിലേതുപോലെ തന്നെ ഇവിടെയും അന്വേഷണ സംഘത്തിന് മുന്നിൽ അത്തരം വിവരങ്ങളൊക്കെ ഉയർന്നുണ്ട്. പക്ഷേ എല്ലാം സെബാസ്റ്റ്യനെതിരാണ്. ഇപ്പോൾ ഇതാ പോലീസിന്റെ വളരെ പ്രധാനപ്പെട്ട കുറ്റസമ്മത മൊഴി വന്നിരിക്കുന്നു. അപ്പോൾ ഇനി അറിയേണ്ടത് എങ്ങനെയാണ് ഐഷയെ കൊലപ്പെടുത്തിയത് എന്നതാണ്. ഈ മൃതദേഹ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ഐഷയുടെ മൃതദേഹാവശിഷ്ടം കിട്ടിയെന്ന് പറയുമ്പോൾ ഇത് കൂട്ടിയിട്ട് കത്തിച്ചതായിരിക്കാമോ? അതിന്റെ സാധ്യത അത് എത്രമാത്രമുണ്ട്? എന്താണ് അന്വേഷണ സംഘം പറയുന്നത്? നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിച്ചത് ശരണ്യ? ഭവ്യ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കേസ് ഡയറിക്കകത്ത് സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഐഷ തിരോധാനത്തിന് ശേഷം, ജൈനമ്മ തിരോധാനത്തിനുമായി ബന്ധപ്പെട്ടാണല്ലോ പള്ളിപ്പുറത്തെ വീട്ടിലേക്ക് ജൂലൈയിൽ പോലെ കോട്ടയത്തു നിന്നുള്ള ക്രൈംബ്രാഞ്ച് സംഘം എത്തുകയും സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിൽ തെക്ക് ഭാഗത്തായി ഒരു ചെറിയ കുഴിയിൽ ഈ മൃതദേഹാവശിഷ്ടങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ച നിലയിൽ എല്ലുകളാണ് കണ്ടെത്തിയിരുന്നത്. അപ്പോൾ അന്ന് ഉള്ള ഒരു നിഗമനം എന്ന് പറയുന്നത് ഇത് ജൈനമ്മയുടേതാകാം. ജൈനമ്മയെ കൊലപ്പെടുത്തിയ ശേഷം ഇത് 8 മാസത്തിന് ശേഷമാണല്ലോ അന്വേഷണ സംഘം എത്തുന്നത്. കാരണം അവർ മിസ്സിംഗ് ആവുന്ന ഡിസംബറിലായിരുന്നു. അതായിരിക്കും എന്നുള്ള കണക്കൂട്ടിലാണ്. പക്ഷെ അവിടെ നിന്ന് കിട്ടിയ ഒരു പല്ലിന്റെ ഭാഗം, അത് ഒരു ട്രീറ്റ്മെന്റ് ചെയ്തൊരു പല്ലിന്റെ ഭാഗമായിരുന്നു. അത് ജൈനമ്മയ്ക്ക് അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് എടുത്തിട്ടില്ല എന്നുള്ളത് പറഞ്ഞു. അങ്ങനെയാണ് ഐഷയുടെ മൃതദേഹമാണ് എന്നുള്ളൊരു സംശയത്തിലേക്ക് അന്വേഷണം സംഘം എത്തുന്നത്. കാരണം ഐഷയ്ക്ക് ഈ പറഞ്ഞ പല്ലിന് ക്യാപ്പിട്ടിട്ടുണ്ട്. പല്ലിന് ആ ഐഷയ്ക്കുണ്ടായിരുന്ന അതേ ഇത് തന്നെയാണ് ആ ഭാഗത്തുനിന്ന് കിട്ടിയ വായുടേതായ, അതായത് തലയോട്ടിയുടെ വായുടെ ഭാഗം, മോണയുടെ ഭാഗമായി കിട്ടുന്ന ആ പല്ലിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുള്ളത് അതാണ്. അപ്പോൾ ഇത് ഇപ്പോൾ ഈ കേസ് ഡയറിയിൽ വ്യക്തമാക്കുന്നത് ഒന്നിലധികം ആളുകളുടെ മൃതദേഹ അവശിഷ്ടങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ള ഒരു നിഗമനമാണ് അവരുടെ കേസ് ഡയറിയിൽ നിന്നും കിട്ടുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കേസ് ഡയറിയിൽ അതാണ് വ്യക്തമാക്കുന്നത്. ഐഷയുടേതെന്ന് സംശയിക്കുന്ന മൃതദേഹ അവശിഷ്ടങ്ങൾ കൂടി അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതായത് ഒന്നിലധികം ആളുകളുടെ മൃതദേഹ അവശിഷ്ടങ്ങൾ ആണ് അവിടെ കൂട്ടിയിട്ട് കത്തിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്
ഈ കേസുമായി ബന്ധപ്പെട്ട് ഐഷയുടെ മൃതദേഹാവശിഷ്ടങ്ങൾ ആ എല്ലുകൾ കണ്ടെത്തുമ്പോൾ പോലും അതിനകത്ത് ഈ ഒരുപക്ഷെ ജൈനമ്മ കേസിൽ പിടിക്കപ്പെടും എന്നുള്ള ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾ അതിവേഗം അവിടെ ആ പരിസരത്ത് ആ കോമ്പൗണ്ടിൽ ഉണ്ടായിരുന്ന അവശേഷിക്കുന്ന ശരീരാവശിഷ്ടങ്ങൾ കൂടി കൂട്ടിയിട്ട് കത്തിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ അത് ഒന്നിലധികം ആളുകളുടെ മൃതദേഹാവശിഷ്ടങ്ങളാണ് എന്നാണ് ഈ കേസ് ഡയറി വെച്ചിട്ടുള്ള വിവരം അനുസരിച്ച് നമുക്ക് പറയാനാവുക. അത്തരത്തിലുള്ള നിർണായകമായ വിവരങ്ങൾ കൂടി കേസ് ഡയറിയിൽ ഉണ്ട് എന്നുള്ളതാണ്. ഏറെ വെല്ലുവിളിയാകുന്നത് ഈ സംഭവത്തിന്റെ ഒക്കെ കാലപ്പഴക്കമാണെന്നത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. ഈ അത്രമാത്രം കാലപ്പഴക്കമുണ്ട് ഈ സംഭവങ്ങൾക്കൊക്കെ. അത് ഏത് തരത്തിൽ അന്വേഷണത്തെ ബാധിക്കും? അത് ഏതെങ്കിലും തരത്തിൽ അന്വേഷണത്തിന് വെല്ലുവിളിയാകുന്നുണ്ടോ? എന്താണ് മനസ്സിലാക്കാൻ സാധിച്ചത്? ബിന്ദു പത്മനാഭൻ കേസിലെ ഏറ്റവും പ്രധാനം കാലപ്പഴക്കം തന്നെയായിരുന്നു. ഈ ഐഷ കേസ് 2012 ഇപ്പം നമുക്കറിയാം എത്ര വർഷം ഇങ്ങോട്ട് പിന്നിട്ടു എന്നുള്ളത്. പക്ഷേ ഐഷ കേസിനകത്ത് കുറച്ചുകൂടി പ്രതീക്ഷയോടെ അന്വേഷണ സംഘം പോകുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഐഷ കേസിൽ കൃത്യമായ ഈ സെബാസ്റ്റ്യനോ എതിരെ കൃത്യമായ സാക്ഷിമൊഴികൾ ഉണ്ട് എന്നുള്ളതാണ്. ബിന്ദു പത്മനാഭൻ കേസിനകത്ത് സാക്ഷിമൊഴികൾ ഉണ്ടെങ്കിലും ഇത്തരത്തിലൊരു വൈരാഗ്യ ബുദ്ധി ഇയാൾക്ക് ബിന്ദുവിനോട് തോന്നിയിട്ടുണ്ട് എന്ന ഒരു സാക്ഷിമൊഴി എങ്ങനെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അറിയില്ല. പക്ഷേ ഐഷ കേസിൽ കൃത്യമായി 2 സ്ത്രീകൾ വളരെ വ്യക്തമായി സെബാസ്റ്റ്യന് ഐഷയോട് പകയുണ്ടായിരുന്നു. അത് ഐഷയുടെ വീട് രജിസ്ട്രേഷനായി ഐഷ റിട്ടയർമെന്റ് കാലയളവിൽ ഐഷയ്ക്ക് കിട്ടിയ പൈസ അത് സെബാസ്റ്റ്യൻ പലതവണയായി ഐഷയുടെ കയ്യിൽ നിന്ന് വാങ്ങിയെടുത്തിട്ടുണ്ട്. ഈ വീടിന്റെ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടിയുടെ രജിസ്ട്രേഷൻ തിങ്കളാഴ്ച നടക്കാനിരിക്കെ ശനിയാഴ്ച വൈകിട്ടാണ് ഐഷ മിസ്സിംഗ് ആകുന്നത്. അതായത് വെള്ളിയാഴ്ച ആ വീട്ടിൽ വഴക്ക് നടന്നു, ഐഷയുടെ മുഖത്ത് സെബാസ്റ്റ്യൻ അടിച്ചു എന്ന് കൃത്യമായ സാക്ഷിമൊഴി പോലീസിന് ലഭ്യമായിട്ടുണ്ട്. മാത്രമല്ല പള്ളിപ്പുറത്തെ വീട്ടിലേക്ക് വരാൻ നിർദ്ദേശം നൽകിയാണ് അയാൾ പോയത് എന്നുള്ളതും ഈ ശനിയാഴ്ച ഐഷ പോകുന്നത് കണ്ടു എന്നുള്ള സാക്ഷിമൊഴി കൂടിയുണ്ട്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട സാക്ഷിമൊഴി എന്ന് പറയുന്നത് ഈ മൊഴി നൽകിയിട്ടുള്ള സ്ത്രീകളിൽ ഒരാളെ ഐഷ തിരോധാനത്തിന് ശേഷം സെബാസ്റ്റ്യൻ നേരിട്ടെത്തി ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ്. ഭീഷണിപ്പെടുത്തി ഈ ഐഷയുമായുള്ള ബന്ധത്തെ സംബന്ധിച്ച് പുറത്തേക്ക് പറഞ്ഞാൽ ഐഷയുടെ സ്ഥിതിയായിരിക്കും നിനക്ക് എന്ന കൃത്യമായി അവരെ ഭീഷണിപ്പെടുത്തുകയും മകനെ ഉൾപ്പെടെ കൊലപ്പെടുത്തുകയും ചെയ്യും എന്ന് അയാളുടെ ഭീഷണി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള 2 കാര്യങ്ങൾ, സാധാരണ കേസുകളിൽ നിന്ന് വിഭിന്നമായ 2 കാര്യങ്ങൾ സെബാസ്റ്റ്യൻ ഇവിടെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത് പോലീസിന് ഒരു വളരെ പ്രത്യാശ നൽകുന്ന ഒരു സാക്ഷിമൊഴികളായിരുന്നു എന്നുള്ള അന്വേഷണ സംഘം പ്രതീക്ഷയിലാണ്. സെബാസ്റ്റ്യൻ 28 വരെ കസ്റ്റഡിയിൽ അവരുടെ കയ്യിലുണ്ട്. തെളിവെടുപ്പടക്കമുള്ള കാര്യങ്ങളിലേക്ക് അത്രയും പ്രോഗ്രസീവായിട്ട് കേസിൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. എന്തായാലും സെബാസ്റ്റ്യനിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ ഇനിയും ലഭ്യമാകേണ്ടതുണ്ട്. അതായത് ഐഷയെ അയാൾ കൊലപ്പെടുത്തിയെന്ന് കുറ്റസമ്മതം മൊഴി നൽകുമ്പോൾ ഇന്നലെ കോടതിയിലെത്തിയപ്പോൾ അയാൾ അത് മാറ്റിപ്പറയാൻ ശ്രമിച്ചു. മാത്രമല്ല ഇനി അതെങ്ങനെ ആ ബോഡി ഡിസ്പോസ് ചെയ്തു എന്നുള്ളത് വളരെ വ്യക്തമായി സെബാസ്റ്റ്യൻ പറയേണ്ടതായുണ്ട്. നമുക്കറിയാം മറ്റു കേസുകളിൽ ബ്ലഡ് ക്ലോട്ട് ആകുന്നവരെ ഇയാൾ ഈ ബോഡികൾ സൂക്ഷിക്കാറുണ്ട്. അതിനുശേഷമാണ് അയാൾ മുറിച്ച് വീടിന്റെ മുറ്റത്ത് പല കുഴികളിലായാണ് ഇത് ഡിസ്പോസ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായും ശരണ്യയുടെ ഒരു അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനത്തിന്റെ വഴിയെ തന്നെയായിരുന്നു, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആ വഴിയെ തന്നെയായിരുന്നു ഇതിലെ ക്രൈംബ്രാഞ്ചും എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. നമ്മളോടാണ്, ന്യൂസ് 18നോടാണ് ആദ്യം തന്നെ റോസമ്മ എന്നൊരാളെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്, ഈ അന്വേഷണ സംഘത്തിന് മുൻപിലേക്ക് എത്തിക്കുന്നത് നമ്മളാണ്. ഈ റോസമ്മ തന്നെയാണ് ആദ്യം പ്രധാനപ്പെട്ട വിവരം നൽകിയത്. ഐഷ മരിച്ചിട്ടുണ്ട്, ഐഷയെ കൊലപ്പെടുത്തിയിട്ടുണ്ട്, ഐഷയെ കൊലപ്പെടുത്തിയത് സെബാസ്റ്റ്യനാണ് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം നമ്മളിലൂടെയാണ് അന്വേഷണ സംഘത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ ഇതാ കുറ്റസമ്മത മൊഴി വരുന്ന സാഹചര്യത്തിൽ വീണ്ടും റോസമ്മയെ ചോദ്യം ചെയ്യാനുള്ള സാധ്യത അത് എത്രമാത്രമുണ്ട് ശരണ്യ? ഈ മറ്റു മൊഴി കൊടുത്തിട്ടുള്ള ആളുകളൊക്കെ തന്നെയും പിന്നീട് സെബാസ്റ്റ്യനുമായി ഒരു കോണ്ടാക്റ്റും ഉണ്ടായിട്ടില്ല. പക്ഷേ റോസമ്മ പറഞ്ഞ കാര്യങ്ങൾ പല വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. റോസമ്മ നമ്മളുടെ ഇന്റർവ്യൂവിൽ വ്യക്തമാക്കിയത് ഐഷയെ കാണാതായതിനു ശേഷം തനിക്ക് സെബാസ്റ്റ്യനുമായി മറ്റ് ബന്ധങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ 2017 കാലയളവ് വരെ സെബാസ്റ്റ്യനും റോസമ്മയും തമ്മിൽ അടുത്ത ബന്ധം പുലർത്തിയിരുന്നുവെന്നും 2017 ഇവർ വിവാഹം കഴിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം വരെ എത്തിയതാണ് എന്നുള്ളതുമാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം പിന്നീട് ഈ ബന്ധത്തിൽ നിന്ന് റോസമ്മ പിന്മാറുകയായിരുന്നു. അതായത് ഐഷയെ കാണാത്തതിന് ശേഷം വർഷങ്ങളോളം റോസമ്മയും സെബാസ്റ്റ്യനും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ്. റോസമ്മ നമ്മളോട് പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ഐഷ റോസമ്മയുടെ അടുത്ത സുഹൃത്തായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അവർ അടുത്ത സുഹൃത്തിനെ, ഇവർ 3 പേർ മാത്രം അറിയുന്ന ഒരു ബന്ധത്തിൽ അടുത്ത സുഹൃത്തിനെ കാണാതായതിനു ശേഷവും റോസമ്മ ഒരു ഘട്ടത്തിൽ പോലും സെബാസ്റ്റ്യനെ സംശയിച്ചിരുന്നില്ല എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. അതിൽ തന്നെ ഐഷയെ റോസമ്മ നമ്മളോട് വ്യക്തമാക്കിയത് ഐഷയെ സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തി
എത്തിയത് ഈ രജിസ്ട്രേഷന് മുമ്പ് പൈസ ചോദിക്കാനായി പോയ ഐഷയാണ് സെബാസ്റ്റ്യൻ കൊന്നതാണ് എന്നാണ് അവർ പറഞ്ഞത്. എന്തുകൊണ്ട് അവർക്ക് ആ സംശയം അന്ന് തോന്നിയില്ല എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം ഒരു ഘട്ടം കഴിയുമ്പോൾ സെബാസ്റ്റ്യൻ യഥാർത്ഥ സ്വഭാവം ഈ സ്ത്രീകളോടെല്ലാം കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ സെബാസ്റ്റ്യൻ ഇത്തരത്തിൽ ഈ ബന്ധത്തിൽ നിന്ന് സെബാസ്റ്റ്യനിലെ ബന്ധത്തിൽ നിന്ന് റോസമ്മ അത് ഉപേക്ഷിച്ച് മാറുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും സെബാസ്റ്റ്യനെ കുറിച്ച് അവർക്ക് ധാരണ ഉണ്ടാവും. മറ്റൊന്ന്, ഈ സെബാസ്റ്റ്യൻ റോസമ്മ നമ്മളോട് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് പലതവണ ഐഷയെ കാണാതായതിനു ശേഷം സെയിം മോഡസ് ഓഫ് ഓപ്പറാൻഡി തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത്. തൻ്റെ ഫോണിലേക്ക് ഐഷ പലതവണ വിളിച്ചിരുന്നു എന്ന് റോസമ്മ പറയുന്നുണ്ട്. പക്ഷേ റോസമ്മ പറയുന്നതിൽ പൂർണ്ണമായും കാര്യങ്ങൾ ശരിയല്ല, സ്ട്രെയിറ്റ് അല്ല. അതിൽ ഇപ്പോഴും അവർ പല കാര്യങ്ങളും ഒളിക്കുന്നുണ്ട് എന്നുള്ളത് അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നുണ്ട്. തീർച്ചയായും റോസമ്മയെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള സാധ്യത ഈ കേസിൽ നിലനിൽക്കുന്നുണ്ട്. ഇവരെല്ലാവരും, അതായത് വളരെ ട്രെയിൻഡ് ആണ് ഇവർ ഓരോരുത്തരും. ഈ കേസിൽ പുറത്ത് നിൽക്കുന്ന ആളുകളെല്ലാം തന്നെ വളരെ ട്രെയിൻഡ് ആണ് എന്നുള്ളതാണ്. ഇവര് അഭിഭാഷകരുമായി കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ആളുകളാണ്. ഒപ്പം തന്നെ പോലീസ് ചോദ്യം ചെയ്യലിനെ എങ്ങനെ അഭിമുഖീകരിക്കണം, ഇവരുടെ പ്രായം, ഇവരുടെ പ്രശ്നങ്ങൾ, ഇതൊക്കെ പറഞ്ഞ് അഭിമുഖീകരിക്കാൻ ഉള്ള ശേഷി കൈവരിച്ചിട്ടുള്ള ആളുകളാണ്. ഇത്രയും വർഷ കാലയളവ് അത്തരത്തിൽ അവർ ട്രെയിൻഡ് ആക്കിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിനെ ബ്രേക്ക് ചെയ്ത അന്വേഷണ സംഘം ഇപ്പോൾ എന്തായാലും 2006 മുതൽ കാണാതായ ബിന്ദു ഉൾപ്പെടെയുള്ള സ്ത്രീകളുടേത് കൊലപാതകമാണെന്നും അത് ഒരു എന്താണ് അതിൽ നടന്നെന്നുള്ള ഫൈൻഡിങ്സിലേക്ക് എത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും അതുപോലെ തന്നെ ഈ കേസും അവർക്ക് പുറത്തേക്ക് കൃത്യമായി കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘം. ഇത്രയും നാൾ ഒളിഞ്ഞു കടന്ന സത്യങ്ങളെല്ലാം പുറത്തേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇതും അങ്ങനെ ബ്രേക്ക് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളത് ആണ്. അവർ അത്രയും പ്രതീക്ഷയിൽ തന്നെയാണ് ചേർത്തലയിലെ അന്വേഷണ സംഘം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ അനാരോഗ്യമാണ് എന്ന് സെബാസ്റ്റ്യൻ ഓരോ ഘട്ടത്തിലും തൻ്റെ പ്രമേഹമടക്കമുള്ള രോഗാവസ്ഥ ചൂണ്ടിക്കാട്ടി പറയുമ്പോഴും അയാളുടെ മാനസികമായി അയാൾ അല്ലെങ്കിൽ അയാൾ വലിയ കേപ്പബിലിറ്റി ഉള്ള ഒരാളായിട്ടാണ് അന്വേഷണ സംഘത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് ഓരോ തവണയും അയാളുടെ ഒരു മെൻറ്റാലിറ്റി എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു കാര്യം സെബാസ്റ്റ്യൻ പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കഴിയുമ്പോൾ അയാൾ ഒരു നിശബ്ദത എടുക്കാറുണ്ട്, മിണ്ടാതിരിക്കും. അതിനുശേഷം അത് തുടർന്ന് എന്ത് പറയണം എന്നുള്ള ഒരു ആലോചന പുറത്താണ് സെബാസ്റ്റ്യൻ സംസാരിക്കുന്നതെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. മാത്രമല്ല ഇയാളെ മാനസികമായി തകർത്ത് കാര്യങ്ങൾ എടുക്കാനുള്ള ഒരു സാഹചര്യം പോലും അന്വേഷണ സംഘത്തിന് കഴിയുന്നത്. അത്രയും അയാൾ ആ മാനസികാവസ്ഥയിൽ ട്രെയിൻഡ് ആണ്. വളരെ വിദഗ്ധ ഒരു സീരിയൽ കില്ലർ എന്ന് തന്നെയാണ് സെബാസ്റ്റ്യൻ പറയുന്നത്. കാരണം അയാൾക്ക് അയാൾക്ക് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകരോ ഒന്നുമല്ല, അയാൾ വളരെ ബുദ്ധിപൂർവ്വം ഈ കേസുകളെയും അന്വേഷണ സംഘത്തെയും ഓരോ രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യാൻ അയാൾ ശ്രമിക്കുന്നുണ്ട്, ഡൈവേർട്ട് ചെയ്യാൻ അയാൾ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും കോട്ടയം ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ബിന്ദു പത്മനാഭൻ കേസിൽ ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ കേട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഏത് രീതിയിൽ അയാൾ ഹിപ്നോട്ടിസം അടക്കമുള്ള കാര്യങ്ങളിൽ അയാൾ പ്രയോഗിക്കാൻ ശ്രമിക്കുമ്പോഴും അയാളുടെ ഉപബോധ മനസ്സിനെ അയാൾ ഉണർത്തിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ആ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം, ഇത്രയധികം കാണാതായ സ്ത്രീകൾ എല്ലാവരും നിരാലംബരായ സ്ത്രീകളായിരുന്നു. അവർ ഒറ്റപ്പെട്ട് ജീവിച്ചിരുന്നവരാണ്. അവരുടെ ആ ഒരു നഷ്ടപ്പെട്ടു പോയ ജീവന് ഇനിയെങ്കിലും അതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ് എന്നുള്ളത് പുറത്തേക്ക് കൊണ്ടുവരാൻ അന്വേഷണ സംഘത്തിന് കഴിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഭവ്യ, അതാണ് എന്തായാലും പള്ളിപ്പുറത്തെ ആ വീട്ടിൽ ഇനി എന്തൊക്കെ മറനീക്കി പുറത്തു വരാനുണ്ട് എന്നുള്ളത് കാത്തിരുന്ന് കാണാം. എന്തായാലും ഇപ്പോൾ ഇതാ ഐഷയെ കൊലപ്പെടുത്തിയെന്ന് സെബാസ്റ്റ്യൻ തന്നെ കുറ്റസമ്മതം നടത്തിയെന്ന് കേസ് ഡയറി പറയുമ്പോൾ ഈ പ്രധാനപ്പെട്ട വാർത്ത ന്യൂസ് 18 പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ അതിൽ ഞങ്ങൾക്കും അഭിമാനിക്കാൻ സാധിക്കും. കാരണം ഈ ഐഷ തിരോധാനത്തിൽ ഇപ്പോഴിതാ പ്രതിയിലേക്ക് ഒരു വലിയ കള്ളം മറനീക്കി പുറത്തു വരുമ്പോൾ, ഒരു വലിയ കുറ്റകൃത്യം, ഒരു വലിയ ക്രൂരകൃത്യം പുറത്തേക്ക് എത്തുമ്പോൾ അതിന് വലിയൊരു ഉത്തരവാദിത്തം ആ വാർത്ത പുറത്തെത്തിച്ചതിൽ, ആ പ്രതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചതിൽ ന്യൂസ് 18 ഉണ്ട് എന്നതിൽ ഞങ്ങൾക്ക് അഭിമാനിക്കാൻ സാധിക്കും. എന്തായാലും ഇപ്പോഴിതാ വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് വരുന്നത്. സെബാസ്റ്റ്യൻ തന്നെ കുറ്റം ചെയ്തിരിക്കുന്നു. അത്തരത്തിലുള്ളൊരു കുറ്റസമ്മത മൊഴി കേസ് ഡയറി വന്നിരിക്കുകയാണ് ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തുനിന്ന്. ശരണ്യ സ്നേഹനാണ് ഈ പ്രധാനപ്പെട്ട വാർത്ത പുറത്തുവിട്ടത്. നമുക്ക് വളരെ വേഗം മറ്റ് വാർത്തകളിലേക്ക് എത്താം ഒരിടവേളയ്ക്ക് ശേഷം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്ന കർണൂൽ ബസ് അപകടവുമായി ബന്ധപ്പെട്ട വാർത്ത. ഇതിൽ നമ്മൾ ഏറെ ഞെട്ടിക്കുന്നത് 40ഓളം പേർ ആ ബസ്സിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ 12 പേരുടെ മരണം അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എങ്ങനെയായിരുന്നു അജയ് ഈ അപകടമുണ്ടായത്?
ഭവ്യ, ഇന്ന് രാവിലെ 3:30ഓടെയാണ് ഈ ഒരു ദാരുണമായ അപകടം ഉണ്ടാകുന്നത്. നാഷണൽ ഹൈവേ 44 ഈ ബസ് യാത്ര ചെയ്യുകയായിരുന്നു. ഇത് ഹൈദരാബാദിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോയിരുന്ന ഒരു AC വോൾവോ ബസ്സാണ്. ഇത് ഹൈവേയിലൂടെ പോകുന്ന വഴിക്ക് ഒരു ഇരുചക്ര വാഹനം അത് ഈ ബസ്സിന് മുൻപിലേക്ക് വേഗത്തിൽ വന്ന് ഇടിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഇടിച്ച ഈ വണ്ടി അത് ബസ്സിൽ ചെറിയ സ്പാർക്ക് ഉണ്ടാക്കുകയും ഈ ബസ്സിൻ്റെ ഈ എൻജിൻ ടാങ്ക് അത് പൊട്ടിത്തെറിക്കുകയുമായിരുന്നു. അപ്പോൾ ഇതിനെ തുടർന്നാണ് ഈ അപകടമുണ്ടായത്. ആദ്യം ബസ്സിൻ്റെ മുൻഭാഗത്താണ് തീപിടിച്ചത്. ഇത് പിന്നീട് പിന്നിലേക്ക് പടർന്നു പിടിക്കുകയായിരുന്നു. അപ്പോൾ ഇതിനെ തുടർന്നാണ് നിരവധി പേർ ഈ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തീപിടിച്ച ഉടൻ തന്നെ ബസ്സിൻ്റെ ഒരു ഇലക്ട്രിക് സിസ്റ്റം അത് ഷോർട്ട് സർക്യൂട്ടായി മറ്റ് ഇലക്ട്രിക് സംവിധാനങ്ങളൊന്നും തന്നെ പ്രവർത്തിക്കാത്ത നിലയിലായി. അതുകൊണ്ട് തന്നെ ബസ്സിൻ്റെ വാതിലുകളൊന്നും തന്നെ ഓപ്പൺ ആയിരുന്നില്ല. ആളുകൾക്കൊന്നും തന്നെ മുൻഭാഗത്തിലെ വാതിലിലൂടെ ഇറങ്ങി പുറത്തേക്ക് രക്ഷപ്പെടാനും സാധിച്ചില്ല. അപ്പോൾ നിരവധി പേർ ഈ ജനൽ ചില്ലുകൾ തകർത്തുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങി ഓടി രക്ഷപ്പെട്ടത്. ഏതാണ്ട് 12-ലധികം പേർ ഇത്തരത്തിൽ ഓടി രക്ഷപ്പെട്ടു എന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. 20-ലധികം പേർ നിലവിൽ ചികിത്സയിൽ കഴിയുകയാണ്. പലരുടെയും നില ഗുരുതരം തന്നെയാണ്. ഇവിടെ ഈ കർണൂലിലുള്ള ആശുപത്രിയിലും അതുപോലെ തന്നെ ഗുരുതരമായി പരിക്കേറ്റ ചിലരെ ഹൈദരാബാദിലേക്ക് മാറ്റിയിട്ടുണ്ട്. പലരും ഗുരുതരാവസ്ഥയിൽ തന്നെയാണ്. ഇതിനിടെ ഈ അപകടത്തിൽ ഈ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രപതി ദ്രൗപദി മുർമുവും അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എല്ലാവരും രംഗത്തെത്തിയിട്ടുണ്ട്. ഈ മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അതുപോലെ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പരിക്കേറ്റവർക്ക് 50,000 രൂപയും പ്രഖ്യാപിച്ചു. എന്തായാലും ഈ സംഭവത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നിരവധി പേർ ചികിത്സയിലുണ്ട്. ദൃക്സാക്ഷികൾ പറയുന്ന അനുസരിച്ച് ഈ ഒരു അപകടത്തെ തുടർന്ന് ഈ ഒരു പ്രദേശം എന്ന് പറയുന്ന ഒരു ഒറ്റപ്പെട്ട സ്ഥലമായിരുന്നു. രക്ഷാപ്രവർത്തനം ഉൾപ്പെടെ ഇവിടേക്ക് എത്താനായിട്ട് സമയമെടുത്തു. ഈ ഫയർ എഞ്ചിനുകളും അതുപോലെ തന്നെ അത് മാത്രമല്ല, ഇത് വളരെ പുലർച്ചെയാണ് ഈ സംഭവം നടക്കുന്നതല്ലേ അജയ്? അപ്പോൾ സ്വാഭാവികമായും രക്ഷാദൗത്യം അത് വൈകിക്കാണും. അത് തന്നെയായിരിക്കുമല്ലേ ഇത്രമാത്രം ഒരു വലിയ ദുരന്തത്തിലോട്ട് ഇത് കലാശിച്ചത്? അതെ, കർണൂൽ ടൗണിൽ നിന്ന് ഏതാണ്ട് 20 കിലോമീറ്റർ മാറി വളരെ റൂറലായിട്ടുള്ള ഏരിയയിലാണ് ഈ അപകടം നടന്നത്. അതുകൊണ്ട് തന്നെ ഈ രക്ഷാദൗത്യം എല്ലാം ഇവിടേക്ക് എത്തിച്ചേരാനായിട്ട് താമസമെടുത്തു. പലരും ഈ രക്ഷാദൗത്യത്തിനായിട്ട് എല്ലാവരും ഇവിടെ എത്തിയപ്പോഴേക്കും ബസ് ഏറെക്കുറെ പൂർണ്ണമായിട്ടും കത്തി നശിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. ബസ്സിൻ്റെ ഇപ്പോഴുള്ള നിലവിലുള്ള ചിത്രങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ബസ് പൂർണ്ണമായിട്ടും കത്തി നശിക്കുകയായിരുന്നു. എല്ലാം ബസ്സിലൊന്നും തന്നെ ബാക്കിയില്ലാത്ത ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ പലരുടെയും മൃതദേഹങ്ങൾ അത് തിരിച്ചറിയാൻ പോലും സാധിച്ചിട്ടില്ല. മൃതദേഹ അവശിഷ്ടങ്ങളായിട്ടാണ് ബസ്സിൻ്റെ പല ഭാഗത്തുമുള്ളത്. അതുകൊണ്ട് തന്നെ ഇവ തിരിച്ചറിയാനായിട്ട് DNA പരിശോധന ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട്. അങ്ങനെ അതൊക്കെ ഉൾപ്പെടെ നടത്തിയതിന് ശേഷം മാത്രമേ ബസ്സിനകത്തുള്ള പാസഞ്ചേഴ്സ് ആരൊക്കെയാണ് കൊല്ലപ്പെട്ടത്, രക്ഷപ്പെട്ടവർ ആരൊക്കെ എന്നുള്ളത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുകയുള്ളൂ. 12 പേരുടെ മരണമാണ് നമുക്കിപ്പോൾ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കാനാകുന്നത്. 9 പേരെ കാണാനില്ല എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. നിരവധി പേർ ഈ ബസ്സിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവരെ സംബന്ധിച്ചുള്ള വിവരവും ലഭിക്കേണ്ടതുണ്ട്. ഈ രക്ഷപ്പെട്ടവർ പലരും അറിഞ്ഞാണ് മറ്റുള്ളവർ ഈ ഒരു പ്രദേശത്തേക്ക് എത്തുകയും അതുപോലെ തന്നെ രക്ഷാദൗത്യം ഇതിന് നേതൃത്വം നൽകുകയും ചെയ്തത്. ഇത് ബാംഗ്ലൂരിലേക്കുള്ള ഒരു ബസ് ആയതിനാൽ തന്നെ കർണാടക സ്വദേശികളാണ് ബസ്സിൽ കൂടുതൽ എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും രക്ഷാദൗത്യം അതിപ്പോഴും അവിടെ മേഖലയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പേരെ ഇപ്പോൾ ആശുപത്രികളിലേക്ക് മാറ്റി അവിടെ പലരും ചികിത്സയിൽ തന്നെ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തന്നെ തുടരുകയാണ്. ഭവ്യ, ശരി. അജയ് സുധാ ബിജു ആണ് വിവരങ്ങൾ നൽകിയത്. NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബീഹാറിൽ 2 റാലികൾ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. തേജസ്വി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണെന്ന ഔദ്യോഗിക പ്രഖ്യാപനം വന്നതോടെ NDA നിതീഷിനെ പ്രഖ്യാപിക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ബീഹാർ രാഷ്ട്രീയം. മഹാസഖ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക 28-ന് പുറത്തിറങ്ങും. VR കാർത്തിക് വിവരങ്ങളുമായി ചേരുന്നു. പ്രധാനമന്ത്രി എന്തായാലും കാർത്തികിലേക്ക് എത്താം. പ്രധാനമന്ത്രി ഇന്ന് ബീഹാറിലേക്ക് എത്തുകയാണ്. NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പ്രധാനമന്ത്രി കൂടി എത്തുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണം BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അത് ചൂടുപിടിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. കാർത്തിക് കൂടി നമുക്കൊപ്പം ചേർന്നു വിവരങ്ങളുമായി. കാർത്തിക്, എന്തായാലും ഏറ്റവും പ്രധാനമായി ഇന്ന് പ്രധാനമന്ത്രി എത്തുകയാണ് ബീഹാറിലേക്ക്. BJPയുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ചൂടുപിടിക്കാൻ പോകുന്നു, ബീഹാർ രാഷ്ട്രീയം ചൂടുപിടിക്കാൻ പോകുന്നു. പ്രധാനമന്ത്രി കൂടി എത്തുന്നതോടുകൂടി ഇത്രനാൾ നമ്മൾ കണ്ടത് മഹാസഖ്യത്തിലെ മഹാപ്രതിസന്ധിയായിരുന്നു. എന്തായാലും തേജസ്വി മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചൊരു ഗുരുവൈക്ക് അവർ അത് ഒരു തരത്തിൽ ഒതുക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇനിയുള്ള പ്രതിസന്ധി എന്ന് പറയുന്നത് പ്രധാനമായും
ഈ RJD അടക്കം ചോദിക്കുന്നത് എപ്പോഴത്തേക്ക് NDAയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും എന്നുള്ളതാണ്, നിതീഷിനെ പ്രഖ്യാപിക്കുമോ എന്നുള്ളതാണ്. ഇന്നത്തെ ആകാംക്ഷയും അത് തന്നെയാണ്. പ്രധാനമന്ത്രി എത്തുന്നത് അതിനായിരിക്കാമോ? ഭവ്യ, ബീഹാറിൽ ആദ്യഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിന് 2 ആഴ്ച മാത്രമാണ് ബാക്കി. പ്രചരണം സെക്കൻഡ് ലാപ്പിലേക്ക് കടക്കുമ്പോൾ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് BJPക്ക് എത്രത്തോളം നിർണായകമാണ് എന്ന് വ്യക്തമാവുകയാണ്. കാരണം കേന്ദ്ര നേതാക്കളെല്ലാം തന്നെ ബീഹാർ കേന്ദ്രീകരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നേരത്തെ തന്നെ സജീവമായിരുന്നു. JP നഡ്ഡ കഴിഞ്ഞ ദിവസം എത്തി, അമിത്ഷാ ബീഹാറിലുണ്ട്. ഇന്ന് പ്രധാനമന്ത്രി കൂടി ബീഹാറിലേക്ക് എത്തുന്നു. 2ാം ലാപ്പിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ചൂക്കാൻ പിടിക്കാൻ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇന്ന് സമസ്തിപൂരിലും അതോടൊപ്പം തന്നെ ബഹുസറായി ഇവിടങ്ങളിൽ 2 റാലികളെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യുക. സമസ്തിപൂരിൽ കർപ്പൂരി ഠാക്കൂറിന് ആദരമർപ്പിച്ചായിരിക്കും തുടക്കം എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. പിന്നോക്ക വിഭാഗങ്ങളിൽ വലിയ സ്വാധീനമുണ്ടായിരുന്ന നേതാവാണ്. അതോടൊപ്പം തന്നെ ജാതി മത വേർതിരിവിന് അതീതമായി വികസനം മുന്നോട്ട് വെച്ചുകൊണ്ട് നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയ ശ്രദ്ധേയനായ നേതാവ് കൂടിയാണ്. അദ്ദേഹത്തിന് നേരത്തെ ഭാരതരത്ന നൽകി ആദരിക്കുകയും ചെയ്തിരുന്നു ഈ സർക്കാർ. അപ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് ഇന്ന് തുടക്കം സമസ്തിപൂരിൽ നിന്ന് മോദി തുടങ്ങുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. സ്വാഭാവികമായും പിന്നോക്ക വോട്ടുകൾ തന്നെയാണ് ലക്ഷ്യമിടുന്നത് എന്ന് വ്യക്തമാക്കുന്നത് കൂടിയാണ് കർപ്പൂരി ഠാക്കൂറിന് ആദരമർപ്പിച്ചുകൊണ്ടുള്ള തുടക്കത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. മറ്റൊന്ന് ബഹുസറയിലാണ് 2ാമത്തെ പൊതുതെരഞ്ഞെടുപ്പ് റാലി അദ്ദേഹം അഭിസംബോധന ചെയ്യുക. ഇതിനുശേഷം ഒക്ടോബർ 30-നും പ്രധാനമന്ത്രി ബീഹാറിൽ എത്തുന്നുണ്ട്. അത് മുസാഫർപൂരിലും ചപ്ര എന്നിവിടങ്ങളിലാണ്. അവിടങ്ങളിലും പ്രധാനമന്ത്രി പൊതുസമ്മേളനങ്ങളെ അഭിസംബോധന ചെയ്യും. പക്ഷേ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP മുന്നോട്ട് വയ്ക്കുന്നത് വികസനവും ഒപ്പം RJDയെയും കോൺഗ്രസിനെയും ലക്ഷ്യമാക്കിയുള്ള ആക്രമണങ്ങളാണ് എന്ന് നേരത്തെ തന്നെ നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ബൂത്ത് തല നേതാക്കളുമായി സംസാരിച്ചു. ഈ ചർച്ചയിലും അദ്ദേഹം പ്രധാനമായും വിമർശനങ്ങൾ ഉന്നയിച്ചത് RJDയുടെ കഴിഞ്ഞകാല ഭരണങ്ങൾക്ക് നേരെയാണ്. വികസനം എന്നതിന് RJD ഒരു കാലത്ത് മുന്നോട്ട് വെച്ച കാര്യമല്ല. ആ ജംഗിൾ രാജ് ഭരണം, അതായത് ലാലു പ്രസാദ് യാദവിന്റെ കാലയളവിലെ ഭരണം ജംഗിൾ രാജിനോട് ഉപമിച്ചുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ വിമർശനങ്ങൾ. അത്രയും തന്നെ സ്വാഭാവികമായും അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഇന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് കഴിഞ്ഞ ദിവസം മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി ആരാണ് എന്ന കാര്യത്തിൽ അവർ അസന്നിഗ്ധമായി വ്യക്തമാക്കി. തേജസ്വി ആയിരിക്കും മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി എന്ന ഗെഹ്ലോത്ത് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഒരു ചോദ്യം കൂടി മഹാസഖ്യം NDAക്ക് മുമ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സീറ്റ് വിഭജന ഘട്ടത്തിലടക്കം തന്നെ നിതീഷ് കുമാറും BJPയും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മറികടന്നുകൊണ്ട് സീറ്റ് വിഭജനം പൂർത്തിയാക്കിയെങ്കിലും അണിയറയിൽ നിതീഷ് കുമാർ ആയിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് NDA നേതാക്കൾ പറയുന്നുണ്ട് എങ്കിൽ കൂടിയും ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇന്ന് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന യോഗത്തിൽ നിതീഷ് കുമാറും പങ്കെടുക്കുന്നുണ്ട്. ഈ യോഗത്തിൽ നിതീഷ് തന്നെയാണ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് നരേന്ദ്രമോദി പ്രഖ്യാപിക്കുമോ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായി ബീഹാർ രാഷ്ട്രീയം ഇന്ന് ഉറ്റുനോക്കുന്നത്. അതോടൊപ്പം തന്നെ എന്ത് തരത്തിൽ ആണ് കടന്നാക്രമണം തുടർന്നുള്ള ദിവസങ്ങളിൽ RJDക്കും അതോടൊപ്പം തന്നെ കോൺഗ്രസിനും നേരെ BJP ഉയർത്തുക എന്നതും അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് റാലിയിൽ നിന്ന് വ്യക്തമാവും. മറ്റൊന്ന് മഹാസഖ്യത്തിന്റെ കാര്യമാണ്. മഹാസഖ്യം ഛത് പൂജ 27-ന് ബീഹാറിൽ നടക്കുന്ന ഒരു വലിയ ഉത്സവമാണ്. അതിനുശേഷം തെരഞ്ഞെടുപ്പ് രംഗത്ത് കേന്ദ്ര നേതാക്കൾ കൂടുതൽ സജീവമാകും. മഹാസഖ്യത്തിന്റെയും രാഹുൽ ഗാന്ധി, ഖർഗെ അതോടൊപ്പം തന്നെ പ്രിയങ്ക അടക്കമുള്ളവർ മണ്ഡലത്തിൽ സജീവമാകും. ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്യുകയും ചെയ്യും. 28-ന് മഹാസഖ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കും എന്ന വാർത്തകളും പുറത്തു വരുന്നു. അതിലേറ്റവും ശ്രദ്ധേയം വലിയ വലിയ വാഗ്ദാനങ്ങളാണ് ഇക്കുറി മഹാസഖ്യം മുന്നോട്ട് വെക്കുന്നത് എന്നതാണ്. 200 യൂണിറ്റ് വൈദ്യുതി വരെ സൗജന്യമായി ഒരു പ്രഖ്യാപനം ഉണ്ടായേക്കാം. 500 രൂപയ്ക്ക് ഗ്യാസ് സിലിണ്ടർ. അങ്ങനെ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കുന്നു മഹാസഖ്യത്തിന്റെ മാനിഫെസ്റ്റോയിൽ. അതോടൊപ്പം തന്നെ എല്ലാ വീടുകളിലും ഒരാൾക്ക് സർക്കാർ ജോലി എന്നടക്കമുള്ള വാഗ്ദാനങ്ങൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം എന്ന് റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചരണം ബീഹാറിൽ 2ാം ലാപ്പിലേക്ക് കടക്കുമ്പോൾ അത് കൂടുതൽ വാക്പോരിലും ആരോപണ പ്രത്യാരോപണങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ഇപ്പോൾ. ഗവ്യ, കാർത്തികാണ് വിവരങ്ങൾ നൽകിയത്. ഹിജാബ് ധരിച്ച് കുട്ടിയെ ക്ലാസ്സിലിരുത്തണമെന്ന് ഡെപ്യൂട്ടി കളക്ടറുടെ ഉത്തരവ് അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുള്ള പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂൾ മാനേജ്മെന്റിന്റെ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഹർജിയുമായി സ്കൂൾ മാനേജ്മെന്റ് കോടതിയിലെത്തിയത്. CBSE സ്കൂളുകളിൽ ഇത്തരത്തിൽ നിർദ്ദേശം നൽകാൻ സർക്കാരിന് അധികാരമുണ്ടോ എന്ന് കോടതി സർക്കാരിന് വിശദീകരണം തേടി. സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം ഇന്ന് കോടതിയെ ബോധ്യപ്പെടുത്തും. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. ആജ്ഞ, ഇന്ന് കോടതിയിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് ഏറെ നിർണായകമാണ്. ഈ ഏറ്റവും പ്രധാനമായി എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഭവ്യ, ഈ കേസ് പരിഗണിക്കുന്നത്, അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ കേസ് പരിഗണിക്കുമ്പോഴാണ് DDയുടെ റിപ്പോർട്ട്, അതായത് DDയുടെ ഉത്തരവ് നടപ്പിലാക്കുന്നത് അടിയന്തരമായി സ്റ്റേ വേണമെന്നായിരുന്നു സ്കൂൾ മാനേജ്മെന്റിന്റെ ആവശ്യം. ഈ ആവശ്യം
അടിയന്തരമായി സ്റ്റേ ചെയ്യുന്ന ആവശ്യം കോടതി അംഗീകരിച്ചില്ല. അതേസമയം സർക്കാരിന് ഈ വിഷയത്തിൽ ഇടപെടാനുള്ള അധികാരം എന്താണ്, ആ കാര്യം ബോധ്യപ്പെടുത്തണമെന്നാണ് കോടതി സർക്കാരോട് ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അതുമായി ബന്ധപ്പെട്ട് മറുപടി നൽകും, കോടതിയിൽ മറുപടി നൽകുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ആ മറുപടിക്ക് ശേഷമാണ് ഏത് സാഹചര്യത്തിലാണ് CBSE സ്കൂളുകളിൽ സംസ്ഥാന സർക്കാരിന് ഇടപെടാൻ കഴിയുക എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്ന ശേഷമേ കോടതി ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുകയുള്ളൂ എന്നുള്ള കാര്യമാണ് മനസ്സിലാവുന്നത്. എന്തായാലും ഈ ജസ്റ്റിസ് വിജി ആറിന്റെ സിംഗിൾ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. മാത്രമല്ല കുട്ടിയുടെ അച്ഛനും കേസിൽ കക്ഷി ചേരും, അനസ് കൂടി കേസിൽ കക്ഷി ചേരും എന്നാണ് അറിയുന്നത്. അതിനുശേഷം ഈ കേസ് എന്ന് പരിഗണിക്കുന്നത് നിർണായകമാണ്. ശരിക്കും ഹിജാബ് വിഷയത്തിൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായുള്ള വിവാദത്തിന് ഒരു പക്ഷേ അവസാനമാകുന്ന തരത്തിലേക്ക് നിർണായകമായ ഒരു തീരുമാനമായിരിക്കും കോടതിയുടെ ഭാഗത്തുനിന്ന് ഇത് വിധി ഉണ്ടാവുകയാണെങ്കിൽ, അതായത് കേസ് മാറ്റിവെച്ചില്ലെങ്കിൽ ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ്. എന്തായാലും ഇന്നത്തെ കോടതിയുടെ ഇടപെടലും പരാമർശങ്ങളും ഒക്കെ നിർണായകമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേസ് ആദ്യഘട്ടത്തിൽ തന്നെ പരിഗണിക്കുമെന്നാണ് അറിയുന്നത്. എന്തായാലും നേരത്തെ തന്നെ അത് സ്കൂളിൽ ഹിജാബ് ധരിച്ചിട്ട് കുട്ടികൾ സ്കൂളിൽ ഹിജാബ് ധരിച്ചിട്ട് അനുവദിക്കണം എന്നായിരുന്നു DDയുടെ ഉത്തരവ്. ആ ഉത്തരവിനെ സ്റ്റേ ചെയ്യണമെന്നാണ് സെയിന്റ് റീറ്റ സ്കൂളിന്റെ മാനേജ്മെന്റിന്റെ ഹർജിയിലൂടെയുള്ള ആവശ്യം. അതാണ് ഇത് അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നുള്ള ആവശ്യം കഴിഞ്ഞ ആഴ്ച കോടതി തള്ളിയിരുന്നു. പക്ഷെ അത് സർക്കാരിന്റെ ഭാഗം കൂടി കേട്ട ശേഷമാണ് അതിൽ അന്തിമ തീരുമാനമെടുക്കുക. ആ തീരുമാനം ഇന്ന് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഭവ്യ. ശരി, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. അമേരിക്കയ്ക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ആത്മാഭിമാനമുള്ള ഒരു രാജ്യത്തിനും സമ്മർദ്ദത്തിന് വഴങ്ങി കീഴടങ്ങാനാവില്ലെന്ന് പുടിൻ പറഞ്ഞു. US റഷ്യയിലെ 2 വലിയ എണ്ണ കമ്പനികൾക്ക് ഉപരോധം ഏർപ്പെടുത്തിയതിനെ തുടർന്നായിരുന്നു പുടിന്റെ കടുത്ത പ്രതികരണം. അതേസമയം അമേരിക്കയുടെ നീക്കത്തിൽ ലോക പെട്രോളിയം വില 4% വർദ്ധിച്ചു. അജയ് സുധാ ബിജു വിവരങ്ങളുമായി ചേരുന്നു. അജയ്, അമേരിക്കയ്ക്ക് മുൻപിൽ മുട്ടുമടക്കില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് റഷ്യ. നമ്മൾ ഓർത്തുവെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങില്ല, അത് ഉറപ്പിച്ച് പറഞ്ഞതായിരുന്നു നേരത്തെ ട്രംപ്. പക്ഷേ പൂർണ്ണമായും ഇന്ത്യ അത് തള്ളിയതാണ്. ഇപ്പോൾ ഇതാ അമേരിക്കയ്ക്ക് മുൻപിൽ തങ്ങൾ കീഴടങ്ങില്ല എന്ന് റഷ്യയും പറയുന്നു. സാഹചര്യം, വിവരങ്ങൾ. ഭവ്യ, ഇപ്പോൾ നിലവിൽ ഈ പുതിയൊരു ഉപരോധം അമേരിക്ക കൊണ്ടുവന്നതോടുകൂടി പെട്രോളിയം വിപണിയിൽ അത് വലിയൊരു പ്രത്യാഘാതം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. റഷ്യയിൽ തന്നെ ഇപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ കയറ്റുമതി ചെയ്യുന്ന 2 വലിയ പെട്രോളിയം കമ്പനിയായിട്ടുള്ള റോസ്നെഫ്റ്റ് അതുപോലെ തന്നെ ലൂക്കോയിൽ എന്ന് പറയുന്ന 2 ഭീമൻ കമ്പനികൾക്കാണ് അമേരിക്ക ഇത്തരത്തിൽ ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രതിവർഷം ഏതാണ്ട് 4 ലക്ഷം കോടി ടേൺ ഓവറിന് മുകളിൽ വരുമാനമുള്ള കമ്പനികളാണ് 2 കമ്പനികളും. ഈ 2 കമ്പനികൾക്ക് ഉപരോധം പ്രഖ്യാപിക്കുന്നതോടുകൂടി ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. കാര്യം അമേരിക്ക ഉപരോധം പ്രഖ്യാപിക്കുന്നതോടുകൂടി സ്വാഭാവികമായിട്ടും ഇവിടേക്ക് വ്യാപാരം നടത്തുന്ന അമേരിക്കയിലുള്ള ഇവരുടെ സ്ഥാപനങ്ങൾ പൂർണ്ണമായിട്ടും ഫ്രീസ് ചെയ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ അമേരിക്കൻ പൗരന്മാർ അതുപോലെ തന്നെ അമേരിക്കയുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ ഇവിടേക്ക് വ്യാപാരം നടത്താൻ പാടില്ല എന്നൊരു നിർദ്ദേശം കൂടി അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ സ്വാഭാവികമായിട്ടും ഈ രാജ്യങ്ങളുമായിട്ട് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഡോളർ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇന്ത്യക്ക് ഡോളർ ഉപയോഗിച്ച് ഈ രാജ്യങ്ങളുമായിട്ട് ഈ 2 എണ്ണ കമ്പനികളുമായിട്ട് വ്യാപാരം നടത്താൻ ഇന്ത്യക്ക് അത് പ്രതിസന്ധിയാകും. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ മറ്റൊരു നാണയം അത് ഇന്ത്യക്ക് ഡോളറിന് പകരം കണ്ടെത്തേണ്ടി വരും. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാർഗത്തിലൂടെ ഈ വ്യാപാരം സുഗമമാക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം. അത്തരം കാര്യങ്ങളൊക്കെ കൂടുതൽ ഒരു പ്രതിസന്ധിയിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ ഒരു നൂലാമാലകളിലേക്ക് കൊണ്ടുപോവുകയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ഇന്ത്യ ഇതിനു മുൻപ് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയതിനെ തുടർന്ന് ഇറാനിൽ നിന്നും വെനസ്വേലയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് നിർത്തിയിരുന്നു ഈ ഡോളറിന്റെ വ്യാപാരം കണക്കിലെടുത്തുകൊണ്ട്. ഇപ്പോൾ നിലവിൽ ഈ ഒരു കമ്പനികൾക്ക് ഉപരോധം ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ പ്രതിസന്ധി തന്നെയാണ്. ഇനി മറ്റ് മാർഗങ്ങൾ അത് ഇന്ത്യക്ക് കണ്ടെത്തേണ്ടതുണ്ട്. നിലവിലുള്ള ഈ ഉപരോധം കാരണം ആഗോളതലത്തിൽ തന്നെ എണ്ണവില 4% വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോളറിന് ഒരു ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. റൂബിളിന്റെ ഒരു മൂല്യം ഈ ഒരു ഘട്ടത്തിൽ അത് ഉയരുകയും ചെയ്തിട്ടുണ്ട്. റഷ്യ കടുത്ത നിലപാടുമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അമേരിക്കയ്ക്ക് മുന്നിൽ മുട്ടും മടക്കില്ല. ആത്മാഭിമാനമുള്ള ഒരു രാജ്യത്തിനും ഈ തങ്ങളുടെ നിലപാടുകൾ ഇത്തരത്തിൽ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി പണയപ്പെടുത്താനാകില്ല എന്നും പുടിൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പുടിൻ എടുത്തു പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തങ്ങളുടെ കമ്പനികൾക്ക് ഇതുപോലെ ഉപരോധം ഏർപ്പെടുത്തുകയാണെങ്കിൽ അത് ആഗോള ഊർജ്ജ വിപണിയിൽ വലിയൊരു അസന്തുലിതാവസ്ഥ അത് സൃഷ്ടിക്കും. അതുപോലെ തന്നെ ആഗോള എണ്ണ വില വർദ്ധിക്കുന്നതിന് കാരണമാകും എന്നെല്ലാം പുടിൻ പറഞ്ഞു.
പറഞ്ഞിട്ടുണ്ട്. പുടിൻ മുന്നറിയിപ്പ് നൽകിയതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ എണ്ണവില അത് നേരിയ തോതിലാണെങ്കിലും വർദ്ധിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ത്യയിൽ നിലവിൽ ഈ വില വർധന ഇന്ത്യയിലെ വിലയിൽ അത് പ്രതിഫലിച്ചിട്ടില്ല. എങ്കിലും ദൂരവ്യാപകമായിട്ട് ഇത് തുടരുകയാണെങ്കിൽ മറ്റ് പ്രത്യാഘാതങ്ങൾ അത് ഇന്ത്യയിൽ സംഭവിക്കാൻ തന്നെ സാധ്യതയുണ്ട്. ഈ ഒരു യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് റഷ്യയെ ചർച്ചയ്ക്ക് തയ്യാറാക്കാൻ അല്ലെങ്കിൽ റഷ്യ കൂടുതൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ഉപരോധം കൽപ്പിച്ചതെന്നാണ് അമേരിക്കയുടെ വിശദീകരണം. എന്നാൽ റഷ്യ യാതൊരു തരത്തിലും പിന്നോട്ട് പോകില്ല എന്നൊരു നിലപാട് തന്നെയാണ് റഷ്യ നിലവിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഭവ്യ. ശരി, അജയ് സുധാ ബിജു ആണ് വിവരങ്ങൾ നൽകിയത്. തിരിച്ചെത്താം വളരെ വേഗം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. കൊച്ചി ഉദയംപേരൂരിൽ CPM മുൻ ലോക്കൽ സെക്രട്ടറിയെ പാർട്ടി ഓഫീസിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മുൻ ലോക്കൽ സെക്രട്ടറി പങ്കജാക്ഷനാണ് മരിച്ചത്. ഉദയംപേരൂർ ലോക്കൽ കമ്മിറ്റി ഓഫീസിലാണ് സംഭവം. ഓഫീസിലെ വായനശാല മുറിയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ആജ്ഞ രവീന്ദ്രനുണ്ട് വിവരങ്ങളുമായി. ആജ്ഞ, മുൻ ലോക്കൽ സെക്രട്ടറിയാണ്, അദ്ദേഹത്തെ പാർട്ടി ഓഫീസിൽ തന്നെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്താണ് സംഭവം? വിവരങ്ങൾ. ഭവ്യ, ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തതെന്ന് മനസ്സിലായിട്ടില്ല. സാമ്പത്തിക പ്രതിസന്ധിയാണെന്നൊരു സൂചനകളൊക്കെ വരുന്നുണ്ട്. അതേസമയം വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് എന്നാണ് പാർട്ടി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ്. ഈ ഉദയംപേരൂർ മുൻ ലോക്കൽ സെക്രട്ടറിയാണ്, പങ്കജാക്ഷൻ എന്ന ലോക്കൽ സെക്രട്ടറിയാണ് ആത്മഹത്യ ചെയ്തത്. ഈ പാർട്ടി ഓഫീസിലെ വായനാമുറിയിലാണ് അദ്ദേഹം തൂങ്ങി മരിച്ച നിലയിൽ അദ്ദേഹത്തെ കണ്ടെത്തിയത്. അങ്ങനെയാണ്. വ്യക്തിപരമായ കാരണങ്ങളാണ് എന്ന് മാത്രമേ മനസ്സിലായിട്ടുള്ളൂ. അതായത് മരണകാരണം എന്താണ്, സാമ്പത്തിക പ്രതിസന്ധിയാണോ മറ്റെന്തെങ്കിലും കാരണങ്ങളാണോ എന്നുള്ള കാര്യം മനസ്സിലായി വരുന്നതേ ഉള്ളൂ. ഭവ്യ, ഇത് എപ്പോഴായിരുന്നു ഈ തൂങ്ങി മരിച്ച ഇത് കണ്ടെത്തിയത്? ആജ്ഞ, രാവിലെ കുറച്ചു മുൻപ് പാർട്ടി പ്രവർത്തകർ ഓഫീസിലെത്തിയപ്പോൾ കണ്ടപ്പോഴാണ് ഭവ്യ നമ്മളെ അറിയിച്ചത്. ഏത് സമയത്താണ് മരിച്ചതെന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായി വരുന്നുള്ളൂ. ശരി, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. റോഡ് ഷോകൾ അവസാനിപ്പിച്ച തമിഴക വെട്രി കഴകം. കരൂർ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. പ്രചാരണത്തിന് വിജയ് ഇനി ഹെലികോപ്റ്ററുകളിൽ എത്തും. മീറ്റിംഗിന് 1 മണിക്കൂർ മുൻപ് മാത്രമേ ആളുകളെ കടത്തിവിടുകയുള്ളൂ. ഹരികൃഷ്ണൻ ചേർന്നു വിവരങ്ങളുമായി. ഹരി, വലിയൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്, വലിയൊരു ദുരന്തത്തിന് പിന്നാലെ എന്ന് വളരെ വ്യക്തമായി പറയേണ്ട സാഹചര്യം. എന്തൊക്കെയാണ് ഇപ്പോൾ തമിഴക വെട്രി കഴകത്തിന്റെ പുതിയ തീരുമാനങ്ങൾ, നീക്കങ്ങൾ? സെപ്റ്റംബർ 27-നുണ്ടായ കരൂർ ദുരന്തം വിജയ് എന്ന രാഷ്ട്രീയക്കാരനെ തെല്ലൊന്നുമല്ല ബാധിച്ചിരിക്കുന്നത്. ഇപ്പോൾ 1 മാസത്തിന് ശേഷം TVK എന്ന പാർട്ടി കൃത്യമായ നിലപാടെടുക്കുകയാണ്. റോഡ് ഷോ ഇനി മുതലില്ല. തമിഴക വെട്രി കഴകം ഇനി മുതൽ റോഡ് ഷോ നടത്തുന്നില്ല. വിജയുടെ നേതൃത്വത്തിൽ ഇനി റോഡ് ഷോ ഇല്ല. പകരം ഹെലികോപ്റ്ററുകൾ വാങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് വിജയ്. ബംഗളൂരു ആസ്ഥാനമായുള്ള കമ്പനിയിൽ നിന്നും 4 ഹെലികോപ്റ്ററാണ് ആദ്യഘട്ടത്തിൽ വാങ്ങുക. ഈ 4 ഹെലികോപ്റ്ററുകളിൽ വാങ്ങി അതിലായിരിക്കും വിജയ് ഇനി പ്രചരണ പരിപാടികൾ നടത്തുക. 2-3 കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ഒന്ന്, ചെന്നൈ നഗരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇനി സമ്മേളനങ്ങൾ നടക്കില്ല. TVKയുടെ സമ്മേളനങ്ങളൊന്നും തന്നെ ഇനി ചെന്നൈ നഗരത്തിൽ നടക്കില്ല എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം മുന്നോട്ട് വെക്കുന്നത് വിജയെ സംബന്ധിച്ചിടത്തോളം ഇനി രാഷ്ട്രീയത്തിലേക്ക് 2026 തമിഴ്നാട് രാഷ്ട്രീയം തന്നെയാണ് വിജയ് ഉറ്റുനോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഒരു അടി തെറ്റാൻ സാധ്യത ഒരിക്കലും പറ്റില്ല. വിജയ്ക്ക് ഇനിയൊന്ന് അടി തെറ്റിയാൽ വിജയ് പിഴയ്ക്കുമെന്ന് കൃത്യമായി അറിയാവുന്നതുകൊണ്ട് അതിസൂക്ഷ്മമായി സുരക്ഷാ രീതിയിൽ തന്നെയാണ് വിജയുടെ സമ്മേളനങ്ങൾ ഇനി നടക്കാൻ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ജനങ്ങളെ ഇനി സമ്മേളനത്തിലേക്ക് കയറ്റിവിടുന്നത് 1 മണിക്കൂറിന് ഉള്ളിലായിരിക്കും. അല്ലാതെ അതിനു മുമ്പ് തന്നെ മണിക്കൂറുകളോളം ജനങ്ങളെ കാത്തു നിൽക്കുന്ന പരിപാടി ഇനിയില്ല. സമ്മേളനങ്ങളൊക്കെ തന്നെ ഇനി 1 മണിക്കൂറിനുള്ളിൽ ജനങ്ങളെ കടത്തിവിടും. വിജയ് ഇനി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോകുന്നത് സമ്മേളനം ആരംഭിക്കുന്നതിന് 15 മിനിറ്റ് മുമ്പ് മാത്രമായിരിക്കും. നേരത്തെ നമുക്കറിയാം സമ്മേളനങ്ങളൊക്കെ വിജയ് നേരത്തെ വന്ന് പങ്കെടുക്കുകയും ഒരു നീണ്ട വഴിയിലൂടെയൊക്കെ വിജയ് നടന്നു പോവുകയും ചുറ്റുമുള്ള ബൊക്കെകളും മാലകളും ഹാരങ്ങളും എല്ലാം സ്വീകരിച്ചുകൊണ്ട് വിജയ് അങ്ങ് നടക്കുന്ന മീറ്ററുകളോളം നടക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതൊന്നും ഇനി ഉണ്ടാകില്ല. കൃത്യമായി വിജയ് ഒരു 10 മിനിറ്റ് മുമ്പ് സമ്മേളനത്തിലെത്തും. ആ സമ്മേളനത്തിൽ പങ്കെടുക്കും, പ്രസംഗിക്കും, തിരിച്ചു പോകും. ഇത് തന്നെയാണ് മാർഗം. പക്ഷേ ഈ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഹെലികോപ്റ്റർ മാർഗത്തിലേക്ക് ഈ കാര്യങ്ങൾ മാറ്റുമ്പോഴേക്കും 2 തരത്തിലാണ് പാർട്ടി പ്രവർത്തകർ മുന്നോട്ട് വെക്കുന്നത്. അവർ പറയുന്ന ഒരു ആശങ്ക എന്ന് പറയുന്നത് ഹെലികോപ്റ്ററിലൊക്കെ വന്നിറങ്ങുമ്പോഴേക്കും ജനങ്ങളിൽ നിന്നുള്ള ഒരു ദൂരം കൂടുകയാണോ എന്നൊരു സാധ്യതയുണ്ട്. നമുക്കറിയാം ജയലളിതയുടെ രാഷ്ട്രീയ പര്യടനമൊക്കെ നടത്തിയത് ഹെലികോപ്റ്ററുകളിൽ നിന്നാണ്. ആ ഒരു മാതൃക തന്നെയാണ് വിജയ് ഇവിടെ പിന്തുടരാനുള്ള സാധ്യതയും ഉള്ളത്. എന്തായാലും അങ്ങനൊരു മാറ്റമൊക്കെ ഒരു വിഭാഗം പാർട്ടി പ്രവർത്തകർ പറയുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും ഇതല്ലാതെ മറ്റു മാർഗമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം തമിഴക വെട്രി കഴകം ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. കാരണം സമ്മേളനങ്ങൾ അവർക്ക് ഒഴിവാക്കാൻ
നടക്കാൻ സാധിക്കില്ല, സമ്മേളനങ്ങൾ നടത്തുകയും വേണം. എന്നാൽ റോഡ് ഷോ നടത്താനും കഴിയില്ല, കാരണം കരൂർ ദുരന്തത്തിന് പശ്ചാത്തലമുണ്ട്. ഈ ഒരു മാർഗ്ഗത്തിൽ നിന്നുകൊണ്ടാണ് ഹെലികോപ്റ്റർ മാർഗ്ഗം എന്ന രീതിയിലേക്ക് മാറുന്നത്. മാത്രമല്ല അതീവ സുരക്ഷാ ക്രമീകരണങ്ങളോടുകൂടി മാത്രമേ ഇനി സമ്മേളനങ്ങൾ നടത്തുകയുള്ളൂ. അത് കൃത്യമായ മാനദണ്ഡങ്ങൾ അനുസരിച്ചുകൊണ്ട് മാത്രം. ചെന്നൈ നഗരത്തിൽ ഇനി എന്തായാലും സമ്മേളനം നടക്കില്ല എന്ന കാര്യത്തിൽ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. അത്രയും വലിയ തിക്കും തിരക്കിനുമിടയിൽ വിജയ് എന്ന നടൻ ഇനി അങ്ങനെ ഒരു റോഡ് ഷോ പോലെയോ അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിലേക്ക് ഇനി വരുന്ന പരിപാടി എന്തായാലും ഇല്ല. അതുകൊണ്ട് ഈ സമ്മേളനം എങ്ങനെയാണ്, ഇപ്പൊ എവിടെയാണോ സമ്മേളനം നടക്കുന്നത് അവിടെ ഒരു ഹെലിപാഡ് സ്ഥാപിക്കും. ആ ഹെലിപാഡിലായിരിക്കും ഹെലികോപ്റ്റർ വന്നിറങ്ങുക. അവിടെ നിന്നായിരിക്കും വിജയ് സമ്മേളനത്തിന് ആരംഭിക്കുന്നതിന് കൃത്യം 15 മിനിറ്റ് മുമ്പ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആരംഭിക്കുന്നതിന് 15 മിനിറ്റോ 10 മിനിറ്റോ മുമ്പ് മാത്രമേ ആ സമ്മേളനത്തിൽ വിജയ് എത്തുകയുള്ളൂ. മണിക്കൂറുകളോളം ജനങ്ങളെ കാത്തിരിപ്പിക്കുന്ന പരിപാടിയും ഇനിയില്ല. ഇതൊക്കെയാണ് TVKയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതായി മുന്നിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ. ഇതെല്ലാം ഇനി വിജയ് എന്ന രാഷ്ട്രീയക്കാരനെ എങ്ങനെയായിരിക്കും മോൾഡ് ചെയ്തെടുക്കുക? കാരണം വിജയ് 2.0 രാഷ്ട്രീയത്തിലേക്ക് തുടങ്ങാൻ പോവുകയാണ് എന്നതിന്റെ ആദ്യത്തെ സൂചന തന്നെയാണ് ഇങ്ങനെയുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. അത് വിജയ് എന്ന രാഷ്ട്രീയക്കാരനെ എങ്ങനെയാക്കി മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ 3ാം ദിനത്തിൽ ആദ്യ സ്വർണ്ണം എറണാകുളം നേടി. ജൂനിയർ ആൺകുട്ടികളുടെ 5 കിലോമീറ്റർ നടത്തത്തിൽ കീരാമ്പാറ സെന്റ് സ്റ്റീഫൻസ് സ്കൂൾ വിദ്യാർത്ഥിയായ അലോഷ്യസ് ബോബനാണ് സ്വർണം നേടിയത്. കനത്ത മഴയിലും മത്സരങ്ങൾ തുടരുകയാണ്. ഇത് കായിക താരങ്ങളുടെ പ്രകടനത്തെ ബാധിക്കുന്നുമുണ്ട്. ഹരികൃഷ്ണൻ തന്നെ വിവരങ്ങളുമായി ചേർന്നു. ഹരി, എന്തായാലും കായിക താരങ്ങളുടെ കുതിപ്പ് കനത്ത മഴയിലും തുടരുകയാണ്. മഴയൊന്നും അവരെ ബാധിക്കുന്നില്ല. എന്തായാലും എവിടെ എത്തി മത്സരം? വളരെ ആവേശകരമായ മത്സരം തന്നെയാണ് നടക്കുന്ന അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല. 3ാം ദിനത്തിലും കാര്യങ്ങൾ വരുമ്പോഴേക്കും ഏറ്റവും പ്രധാനപ്പെട്ടത് മഴ തന്നെയാണ്. മഴ വളരെയധികം ശക്തമായി പെയ്തൊരു സാഹചര്യമാണ് തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നത്. അത് കായിക താരങ്ങളെ തെല്ലൊന്നുമല്ല ബാധിച്ചിരിക്കുന്നത്. വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ടാണ് അവർ 5000 മീറ്റർ, പ്രത്യേകിച്ച് 5000 മീറ്റർ ആൺകുട്ടികളുടെ വിഭാഗത്തിലും പെൺകുട്ടികളുടെ വിഭാഗത്തിലും വളരെ ശക്തമായ മത്സരമാണ് നടന്നത്. അതും ജൂനിയർ ആൺകുട്ടികളും പെൺകുട്ടികളുമാണ്. അവർക്ക് പ്രത്യേകിച്ച് അവരുടെ ബോഡി നല്ല ഹീറ്റ് ആയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. അവർ ആ ഒരു ട്രെയിനിങ് പ്രോസസ് ഒക്കെ കഴിഞ്ഞിട്ട് അവർ 5000 മീറ്ററാണ്, ഏകദേശം 5 കിലോമീറ്ററാണ് നടക്കേണ്ടത്. അപ്പോൾ ബോഡി സ്വാഭാവികമായിട്ട് ഹീറ്റ് ആവും. പക്ഷേ പുറത്തുള്ള അറ്റ്മോസ്ഫിയർ തണുപ്പും കൂടിയാണ്. അത് സ്വാഭാവികമായിട്ടും കായിക താരങ്ങളെ വല്ലാത്ത രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അങ്ങനെ നിന്നുകൊണ്ടാണ് അവർ, മാത്രമല്ല സിന്തറ്റിക് ട്രാക്കും കൂടിയാണ്, പക്ഷെ എന്നാൽ പോലും സ്ലിപ്പറി ആയിരുന്നു. പല ഷൂസിലും നമ്മൾ വിദ്യാർത്ഥികൾ നടക്കുമ്പോഴൊക്കെ കണ്ടിരുന്നത് വളരെ സ്ലിപ്പറി ആയിട്ടാണ് പലർക്കും നടന്നത്. അത് അവരുടെ പ്രകടനത്തെ നല്ലോണം ബാധിച്ചിട്ടുണ്ട്. അത് ഈ ക്ലൈമറ്റ് കാരണം, ഈ മഴ കാരണം ശക്തമായ രീതിയിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് പ്രശ്നമുണ്ടായിട്ടുണ്ടെന്ന് പറയേണ്ടി വരും. 3ാം ദിനത്തിൽ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ആദ്യത്തെ സ്വർണ്ണം അടിച്ചിരിക്കുന്നത് എറണാകുളമാണ്. അത് കീരാമ്പാറ സെന്റ് സ്റ്റീഫൻ സ്കൂളിൽ നിന്നും അലോഷ്യസ് ബോബനാണ് സ്വർണ്ണം നേടിയിരിക്കുന്നത്. അലോഷ്യസ് ബോബനാണ് ജൂനിയർ വിഭാഗം 5000 മീറ്ററിൽ എറണാകുളത്തിന് വേണ്ടിയിട്ട് സ്വർണ്ണം നേടിയിരിക്കുന്നത്. 3ാം ദിനം അങ്ങനെയാണ് തുടങ്ങുന്നത്. ഏറ്റവും ഗ്ലാമർ പോരാട്ടം ഇന്നലെ ഉണ്ടായിരുന്നത് 100 മീറ്റർ മത്സരമാണ്. വേഗരാജാവിനെയും വേഗറാണിയൊക്കെ നമ്മൾ കണ്ടു. ഇന്ന് നടക്കാൻ പോകുന്ന ഗ്ലാമർ പോരാട്ടം 4x400 മീറ്റേഴ്സ് റിലേ ആണ്. കൂട്ടത്തിൽ ഹേർഡിൽസും ഉണ്ട്. 4x400 മീറ്റേഴ്സ് റിലേയിൽ 4 വിഭാഗത്തിലായിരിക്കും മത്സരം നടക്കുക. ജൂനിയർ ബോയ്സ്, ജൂനിയർ ഗേൾസ്, സീനിയർ ബോയ്സ്, സീനിയർ ഗേൾസ്, ഈ 4 വിഭാഗത്തിലുമായിട്ടുള്ള ഫൈനൽ മത്സരങ്ങൾ ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് നടക്കുന്നത്. ഏറ്റവും വലിയ ഗ്ലാമർ പോരാട്ടം 4x400 മീറ്റർ റിലേക്ക് വേണ്ടി മാത്രം ഒരു പ്രത്യേകതരം ടാർഗറ്റ് ഓഡിയൻസ് ഒക്കെ നമ്മുടെ കായികമേളയിൽ തന്നെ ഉണ്ട്. അത് കാണാൻ തന്നെ രസമാണ്. ആ രസ ഓട്ടം കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്ലാമർ പോരാട്ടത്തിന് ഇന്ന് വൈകുന്നേരം ആരാണ് ആ ഒരു ടാക് ടീം ആരാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ഇനി ഓവറോൾ ടൈം അത്ലറ്റിക്സിൽ എന്തായാലും പാലക്കാട് തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഇന്നലെ മാത്രം അവർ 5 സ്വർണ്ണമാണ് നേടിയെടുത്തത്. 3000 മീറ്റർ 4 വിഭാഗങ്ങളിലും രാവിലെ അവർ സ്വർണ്ണം നേടിയെങ്കിൽ ഇന്നലെ രാത്രി 100 മീറ്റർ മത്സരങ്ങളിൽ അവർ പാലക്കാട് ഒരു സ്വർണ്ണം നേടി. അങ്ങനെ 5 സ്വർണ്ണം അത്ലറ്റിക്സിൽ പാലക്കാട് മുന്നിട്ട് നിൽക്കുകയാണെങ്കിൽ പോലും അക്വാട്ടിക്സിൽ തിരുവനന്തപുരം തന്നെ മുന്നിട്ട് നിൽക്കുന്നു. തിരുവനന്തപുരം അക്വാട്ടിക്സ് മാത്രമല്ല ഓവറോൾ ചാമ്പ്യൻഷിപ്പിലും തിരുവനന്തപുരം തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. അതും ഭീകരമായ പോയിന്റിലാണ്. തിരുവനന്തപുരം 1000 പോയിന്റ് തൊട്ടരികിലാണ്. നമുക്കൊരു കാര്യം ഉറപ്പിക്കാം, വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഇത്തവണത്തെ ഓവറോൾ ചാമ്പ്യൻഷിപ്പും തിരുവനന്തപുരം തന്നെ നേടും. അതായത് കൊച്ചിയിൽ സംഭവിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം തന്നെയായിരിക്കാം 117.5 പവന്റെ സ്വർണ്ണക്കപ്പ് ഇത്തവണയും തിരുവനന്തപുരം തന്നെ തൂക്കിയടിക്കാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. 968 പോയിന്റാണ് നിലവിൽ തിരുവനന്തപുരം ഉള്ളത്. 1000 പോയിന്റിന് ഏകദേശം 32 പോയിന്റ് അകലെ മാത്രമാണ് നിൽക്കുന്നത്. ഇന്ന് തന്നെ തിരുവനന്തപുരം 1000 പോയിന്റ് അടിക്കും. ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. തൊട്ട് പിന്നിലുള്ളത് തൃശ്ശൂരാണ്. കണ്ണൂരും തൃശ്ശൂരും തമ്മിൽ നല്ല കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. തൃശ്ശൂർ 464 പോയിന്റും കണ്ണൂർ 426 പോയിന്റുമാണ്. ആദ്യം ഇന്നലെ രാത്രി കഴിയുന്നതിന് തൊട്ട് മുമ്പ് വരെ കണ്ണൂരായിരുന്നു 2ാം സ്ഥാനത്തെങ്കിൽ കണ്ണൂരിനെ പിന്തള്ളിക്കൊണ്ടാണ് തൃശ്ശൂർ നിൽക്കുന്നത്. പക്ഷെ അപ്പോഴും നോക്കുക, തിരുവനന്തപുരം 968ഉം തൃശ്ശൂരിന് 464, ഏകദേശം 504 പോയിന്റിന്റെ വ്യത്യാസം 1ാം സ്ഥാനക്കാരും 2ാം സ്ഥാനക്കാരുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇത്തവണത്തെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് വലിയ മഹാത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ തിരുവനന്തപുരം തന്നെ ആ സ്വർണ്ണക്കപ്പ് 117.5 പവനുള്ള സ്വർണ്ണക്കപ്പ് തിരുവനന്തപുരം തന്നെ നേടിയെടുക്കും. ഇതിൽ ആവേശകരമായ മത്സരങ്ങൾ തന്നെയാണ് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ അത്ലറ്റിക്സ് വിഭാഗത്തിൽ നടക്കുന്നത്. വൈകുന്നേരമാണ് ഏറ്റവും വലിയ ഗ്ലാമർ പോരാട്ടങ്ങൾ നടക്കുന്നത്. ശരി, ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. കേരള സന്ദർശനം തുടരുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് കൊച്ചിയിലെത്തും. രാഷ്ട്രപതി എത്തുന്നതിനോടനുബന്ധിച്ച് കടുത്ത ഗതാഗത നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സിറ്റി പോലീസ് കമ്മീഷണർ
ആണ് ഇക്കാര്യം അറിയിച്ചത്. രാവിലെ 11:30 കുമരകത്ത് നിന്ന് രാഷ്ട്രപതി ഹെലികോപ്റ്ററിൽ കൊച്ചി നാവികസേന ഹെലികോപ്റ്ററിൽ ഇറങ്ങും. മന്ത്രി പി രാജീവ്, മേയർ എം അനിൽകുമാർ, ഹൈബി ഈഡൻ, ടി ജെ വിനോദ് MLA, ദക്ഷിണ നാവികസേനാ മേധാവി തുടങ്ങിയവർ രാഷ്ട്രപതിയെ സ്വീകരിക്കും. നേര്യമംഗലം വാളറ ദേശീയപാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകുന്നതിൽ ഹൈക്കോടതി ഇന്ന് തീരുമാനമെടുക്കും. ചീഫ് ജസ്റ്റിസ് നിതിൻ ജംദർ, ജസ്റ്റിസ് VM ശ്യാംകുമാർ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ഉത്തരവിറക്കുന്നത്. ദേശീയപാതയിലെ നിർമ്മാണ വിലക്ക് നീക്കണമെന്ന് NHAIയുടെ ആവശ്യത്തിലാണ് തീരുമാനം. ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുന്ന 14.5 കിലോമീറ്റർ പ്രദേശം വനഭൂമിയല്ലെന്നാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത്. കോഴിക്കോട് ചെറുവണ്ണൂരിൽ 2 കടകൾ കത്തിനശിച്ചു. ഇന്നലെ രാത്രി 2:30 ഈ തീപിടുത്തമുണ്ടായത്. ചെറുവണ്ണൂർ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന പലചരക്ക് കടയും മിൽമ സ്റ്റോറിനുമാണ് തീപിടിച്ചത്. കടകൾക്ക് മുകളിലൂടെ പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട യാത്രക്കാരാണ് ഫയർഫോഴ്സിന് വിവരം അറിയിച്ചത്. ഉടനെ മീൻചന്തയിൽ നിന്നും 3 യൂണിറ്റ് സ്ഥലത്തെത്തി തീയണയ്ക്കുകയായിരുന്നു. പന്നിയങ്കര ടോൾ പ്ലാസയിൽ പന്നികളെ കൊണ്ടുവന്ന വാഹനം തടഞ്ഞ ഫാം ഉടമകൾ. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും പന്നികളെ കേരളത്തിലേക്ക് കടത്താൻ പാടില്ലെന്ന ഉത്തരവ് നിലനിൽക്കെയാണ് പന്നികളെ രാത്രികാലങ്ങളിൽ വ്യാപകമായി കടത്തുന്നത്. 2 വാഹനങ്ങളിലായി കടത്തിയ പന്നികളെയാണ് ഇപ്പോൾ പ്രദേശത്ത് പിടികൂടിയിരിക്കുന്നത്. ഇനി ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് 10 കാണാം. എൽദോപ്പോൾ പുതുശ്ശേരി ചേരും. നമസ്കാരം.